നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 4, കാർത്തിക നക്ഷത്രം, 2025 ജൂലൈ 20 ഞായർ. ഇന്നത്തെ രാഹുകാലത്തിന്റെ സമയം വൈകുന്നേരം 4:30 മുതൽ 6 മണിവരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായിട്ടുള്ള വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണിത്. കലിദിന സംഖ്യ വരുന്നത് കലിയുഗം തുടങ്ങുന്ന ദിവസം മുതൽക്ക് എണ്ണി തുടങ്ങുമ്പോൾ കലിദിനം സംഖ്യ എണ്ണാൻ സാധിക്കും. ഇന്ന് 18,72,411ാമത്തെ ദിവസമാണ് കലിയുഗം തുടങ്ങിയിട്ട്. ഇന്ന് മലയാള കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 4-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ആഷാഢമാസം 29-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 20-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമി തിഥിയാണ്. ഇന്ന് കരണം വരുന്നത് വിഷ്ടികരണമാണ്. നിത്യയോഗം വരുന്നത് ഗണ്ഡനാമ നിത്യയോഗമാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് കാർത്തികയാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേലയാണ്. ഞാറ്റുവേല എന്ന് വെച്ചാൽ 2 ആഴ്ച 14 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കണക്ക്. അത് അനുസരിച്ച് ഇപ്പോൾ പൂയം ഞാറ്റുവേല നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് ദിവസം ഞായർ, അതായത് സൂര്യന്റെ കാലഹോരയോടുകൂടി തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:44 ഉദയം സംഭവിക്കുന്നു. അസ്തമയം വരുന്നത് വൈകിട്ട് 6:44:50 അസ്തമയം സംഭവിക്കുന്നത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 29 മിനിറ്റ് 6 ദിനമാനം എന്ന് പറഞ്ഞാൽ പകലിലുള്ള സൂര്യൻ ഉള്ള സമയം, അതായത് പകൽ സമയത്തിന്റെ ദൈർഘ്യമാണത്. 12 മണിക്കൂർ 29 മിനിറ്റ് 6 ഇത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണായന കാലത്ത് ഈ പകൽ ഇനി കുറേശ്ശെ ദിവസേന ഏതാനും സെക്കൻഡുകൾ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. രാഹുകാലം സംഭവിക്കുന്നത് വൈകിട്ട് 5:11 മുതൽക്ക് 6:44 വരെയുള്ള സമയത്താണ്. ഗുളികോദയം സംഭവിക്കുന്ന 3:37 തുടങ്ങി 5:11 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽക്ക് 2:03 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമല്ല. ആ സമയത്ത് ശുഭകാര്യങ്ങൾക്ക് വർജ്യമാണ്. യാത്ര മുതലായിട്ടുള്ളവയും വർജിക്കേണ്ടതാണ്. ഇത് എല്ലാവർക്കും പൊതുവെ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. അതായത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ 8ാമത്തെ ഭാവത്തിൽ ചന്ദ്രൻ വരുന്നു. അങ്ങനെ ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന സമയത്തിന് ചന്ദ്രാഷ്ടമം എന്ന് പറയും. ചന്ദ്രാഷ്ടമം ഉള്ള നാളുകാർ, ഈ ചിത്തിര, ചോതി, വിശാഖക്കാർക്ക് ഇന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം സംഭവിക്കുന്നത് 12:06 തുടങ്ങി 12:28 വരെയും, തുടർന്ന് 4 മിനിറ്റ് അതിൻ്റെ കൃത്യം മധ്യഭാഗം ഒന്ന് ഒഴിച്ചിട്ട് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങൾ ഒന്നുമില്ലാതിരിക്കുന്ന ദിവസം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ്. മറ്റ് പക്കം നാൾ, കാരണം മുതലായിട്ടുള്ളത് ഇവയൊന്നും നോക്കാതെ തന്നെ അഭിജിത് മുഹൂർത്തത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠ അയോധ്യയിൽ നടന്നിട്ടുള്ളതും അഭിജിത് മുഹൂർത്തത്തിലാണ്. ഇന്ന് കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇന്നും ഒരു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. സാഹസ കർമ്മങ്ങൾ, ദാരുണ കർമ്മങ്ങൾ, യുദ്ധം മുതലായിട്ടുള്ള കാര്യം, ശത്രു സംഹാരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ലോഹം കൊണ്ടുള്ള പണികൾക്ക് തുടങ്ങുന്നതിന് നല്ലതാണ്.
വിവാദ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കാർത്തിക നക്ഷത്രം അനുകൂലമാണ്. ഇന്ന് കർക്കിടക മാസം 4-ാം തീയതിയാണ്. അതായത് രാമായണ മാസമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നതാണ് കർക്കിടക മാസം. അതിലെ 4ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും രാമായണം വായിക്കുന്നതിന് ചില കണക്കുകൾ വച്ചിട്ടുണ്ട്. അപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഭാഗമാണെന്ന് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങളുടെ രാമായണ പാരായണം നിത്യേന നടത്തി വരണം. അതുകൊണ്ട് ഉണ്ടാവുന്ന ഉത്കർഷം നമ്മുടെ ദേശത്തിനും ഭാരതത്തിനാകമാനവും ഉണ്ടാകട്ടെ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കാം. നമസ്കാരം. നമുക്കിനി തലക്കെട്ടുകൾ നോക്കാം. വീണ്ടും KSEB അനാസ്ഥ. നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് പനയമുട്ടം സ്വദേശി അക്ഷയ്. ഷോക്കേറ്റത് പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്ന്. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ജീവനക്കാരുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെന്റ് മറുപടി നൽകും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് ദുർഗാദാസ് ബലിദാന ദിവസ്. RSS കിളിമാനൂർ താലൂക്ക് പ്രചാരകായിരുന്ന ദുർഗാദാസിനെ SFI ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത് 1981 ജൂലൈ 20. സർവകലാശാലകളിലെ പ്രതിസന്ധിയിൽ മുട്ടുമടക്കി സർക്കാർ. രാജ്ഭവനുമായി അനുനയ നീക്കം. മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കാണും. സർവകലാശാലയിലെ നിലവിലെ സാഹചര്യം ചർച്ചയാകും. ലക്ഷദ്വീപിനെ തന്ത്രപ്രധാന കേന്ദ്രമാക്കാൻ ഭാരതം. നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ബിത്ര ദ്വീപ് ഏറ്റെടുക്കാൻ നീക്കം. സാമൂഹികാഘാത പഠനത്തിനൊരുങ്ങി ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷം. കണ്ണൂർ ആറളം ഫാമിൽ കോടികളുടെ നാശനഷ്ടം. നഷ്ടം നികത്താതെ സർക്കാർ. വ്യാപക കൃഷിനാശമെന്നും വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ. ജനം എക്സ്ക്ലൂസീവ്. മയപ്പെട്ട് യുക്രൈൻ റഷ്യൻ സംഘർഷം. സമാധാന ചർച്ചകൾ തുടരാമെന്ന് യുക്രൈൻ. റഷ്യൻ സൈനിക പ്രതിനിധികളുമായി ചർച്ച നടത്തും. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിവരവെ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, KSEBയുടെ അനാസ്ഥയ്ക്ക് മറ്റൊരു ഇര കൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. മിഥുന്റെ ചിത എരിഞ്ഞടങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ജീവൻ കൂടി കേരളത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? പൊട്ടിവീണ ലൈൻ കമ്പി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഇത് അപകടം എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു? 2:30 കൂടിയാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമികമായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. കാറ്ററിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയ യുവാവാണ് ഷോക്കേറ്റ് മരിച്ചത്. റോഡിൽ മരം ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആ മരവും പോസ്റ്റും ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് വാഹനം ഇടിച്ചു കയറുകയും ഇലക്ട്രിക് ലൈനിന് മുകളിൽ വീഴുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് അക്ഷയ്ക്ക് മരണം സംഭവിക്കുന്നത്. 19 വയസ്സ് ഉള്ള അക്ഷയ് കോളേജ് വിദ്യാർത്ഥിയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ വിദ്യാർത്ഥിക്കാണ് ഇപ്പോൾ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് തേവലക്കരയിലെ മിഥുന്റെ മരണത്തിൽ നിന്ന് കേരളം, മലയാളി സമൂഹമൊന്നും ഇതുവരെ മുക്തമായിട്ടില്ല. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ ഷോക്കേറ്റ് മരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. വലിയ രീതിയിൽ വേദന ഉളവാക്കുന്ന സംഭവമാണ്. എന്തായാലും എന്താണ് കൂടുതൽ സംഭവിച്ചതെന്നെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവരങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് 3 പേർ അടങ്ങുന്ന സംഘം മടങ്ങി വരികയായിരുന്നു. ഒരു വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. അതിൽ വാഹനം ഓടിച്ചത് ഈ മരണപ്പെട്ട അക്ഷയ് എന്ന് പറയുന്ന യുവാവായിരുന്നു.
ഇവർ മഴയുടെ ഒരു അന്തരീക്ഷം മൂലമാകാം എന്തായാലും ഈ മരം ഒടിഞ്ഞു കിടക്കുന്നതും പോസ്റ്റ് ഒടിഞ്ഞു വീണതും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പോസ്റ്റിലേക്കും മരത്തിലേക്കും എല്ലാം വാഹനം ഇടിച്ചു കയറുകയായിരുന്നു, ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് തെറിച്ചു വീണു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ അക്ഷയ് തെറിച്ചു വീണത് ഈ ഇലക്ട്രിക് ലൈൻ കമ്പിക്ക് മുകളിലൂടെയാണ്. ഉടൻ തന്നെ ഷോക്കേൽക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും പിന്നീട് അത് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അവർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് മരണ കാരണമെന്ന്, അതായത് ഈ പോസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള. ശരി പ്രശാന്ത്, എന്തായാലും ഇത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. തിരുവനന്തപുരം നെടുമങ്ങാടാണ് ഇത്തരത്തിൽ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പനയമുട്ടം സ്വദേശി അക്ഷയാണ് ഷോക്കേറ്റ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരവെയാണ് പൊട്ടി വീണ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. KCB ലൈൻ അപകടകരമായ രീതിയിൽ കടന്നുപോകുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുൻവശത്തുൾപ്പെടെ തോന്നുംപടിയാണ് ലൈൻ വലിച്ചിരിക്കുന്നത്. പാലക്കാട് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ് അപകടകരമായ രീതിയിൽ ഇപ്പോഴും KCB ലൈൻ കടന്നുപോകുന്നത്. ചിറ്റൂർ ഗോപാലപുരം പാതയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലെ കാഴ്ചയാണിത്. റോഡരികിലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തട്ടി കടന്നുപോകുന്ന വൈദ്യുതി കമ്പികൾ. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് വൈദ്യുതി വകുപ്പ് ഉൾപ്പെടെ വ്യാഖ്യാനിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് പരക്കെ പലയിടത്തും KCB ലൈൻ അപകടകരമായ രീതിയിലാണ് കടന്നു പോകുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. മന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് പോലും അനാസ്ഥ ഉണ്ട്. മന്ത്രിയുടെ ഓഫീസിന്റെ മൂക്കിന്റെ മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത്രയും അനാസ്ഥയാണ്. എത്രയധികം പേരാണ് KCBയിൽ അതിർത്തിയിൽ സൈനികർ മരിച്ചു വീണേക്കാളും കേരളത്തിലെ KCBയിലെ അലംഭാവം കൊണ്ടും നെഗ്ലിജൻസ് കൊണ്ട് ഇവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് ലൈനുകൾ ഇതുപോലെ യാതൊരുവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ജനവാസ മേഖലകളിലൂടെ അശ്രദ്ധമായി വലിച്ചെറിയുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ലൈനുകൾ പോകുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ വരവേൽക്കുന്ന രീതിയിലാണ് അവർ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വകുപ്പ് മന്ത്രിയുടെ അനാസ്ഥയാണ് ഇതിലുള്ളത്. ശക്തമായ പ്രതിഷേധങ്ങളും പോരാട്ടങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയപ്പോൾ അപകടകരമായ രീതിയിൽ ലൈൻ കമ്പി കടന്നു പോകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ ഇതുവരെയും അതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിൽ തന്നെ KCBയുടെ ലൈൻ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ കടന്നു പോകുമ്പോൾ അത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ സമാന അവസ്ഥയുണ്ട് എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന പരാതികൾ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുകയാണ്. മലപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നു. സൂംബ നൃത്തവിവാദം, സ്കൂൾ സമയക്രമം അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ എന്നിവ മുന്നോട്ട് വച്ചായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ കോട്ടയത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും. 2040 ആണ്ടാകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ തങ്ങൾ ഇതിനേക്കാൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കും എന്നവർ പ്രതിജ്ഞ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമുക്ക് കേരളത്തിൽ അവരെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്കായിരിക്കണം എന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കേരളം ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതിൽ തെറ്റൊന്നുമില്ല. അതിനു മുമ്പ് മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ
തങ്ങളുടെ മതശക്തി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്, ശരിയായൊരു വിലയിരുത്തലാണ് അത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കേരളത്തിലെ സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിവച്ച ചർച്ച ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദഗതിയിലൂടെ അല്ലേ? വരും ദിവസങ്ങളിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിയുടെ ഈ തുറന്നുപറച്ചിലൂടെ. രോഹിണി, വളരെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഇത്തരം ചില ഘട്ടങ്ങളിൽ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതായത് കാന്തപുരത്തിൽ നിന്ന് അഭിപ്രായം തേടിക്കൊണ്ട് കാന്തപുരം പറയുന്നതനുസരിച്ച് ഭരിക്കേണ്ട ഒരു സ്ഥിതി, സമസ്ത പറയുന്നത് കേട്ട് ഭരിക്കേണ്ട സ്ഥിതി, അത്തരം ഒരു ദുസ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത്. സംഘടിതരായ ആളുകൾ, സംഘടിത മതശക്തികൾ പറയുന്നത് കേട്ട് സംസ്ഥാന സർക്കാരിനെ ഭരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങോട്ടാണ് നാടിനെ എത്തിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് ചോദിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ മറ്റ് ഹൈന്ദവ സമുദായ സംഘടനകളിൽ നിന്നും എല്ലാം തന്നെ, സമുദായ സംഘടനകളിൽ നിന്നെല്ലാം തന്നെ വലിയ പിന്തുണ വെള്ളാപ്പള്ളി നടേശന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ശ്രീ RV ബാബു അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സൂംബ നൃത്തം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് സമസ്ത തുടക്കമിട്ടു. അവിടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഓണം അവധിയും ക്രിസ്മസ് അവധിയും എല്ലാം വേണമെങ്കിൽ വെട്ടിച്ചുരുക്കിക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾ ഒരു അരമണിക്കൂർ, ഒരു ദിവസത്തിന്റെ അരമണിക്കൂർ ഒരു മാറ്റത്തിന് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ നേരത്തെ VS അച്യുതാനന്ദൻ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. 2040 മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഈ ഒരു പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ചില കോണുകൾ വലിയ തോതിൽ വിമർശിക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് പൊതുസമൂഹം, രാഷ്ട്രീയ കേരളം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം സംഘടിത മതശക്തികൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി മുട്ടുമടക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. പലപ്പോഴും ഇത്തരത്തിൽ സംഘടിത മതശക്തികൾ എന്ത് പറയുന്നു എന്നതിനെ അനുസരിച്ച് മാത്രം നീങ്ങുന്നു. അത് യാഥാർത്ഥ്യ ബോധത്തോട് ഒരിക്കലും ചേർന്ന് നിൽക്കുന്നതല്ല എന്ന വ്യക്തമായ ബോധ്യമുള്ളപ്പോൾ പോലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് മാറി വന്ന സർക്കാരുകൾ എന്നും തന്നെ, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും കൃത്യമായി തന്നെ ഈ സംഘടിത മത ഗ്രൂപ്പുകളെയും മുസ്ലിം ലീഗിനെയും എല്ലാം ഇത്തരത്തിൽ പ്രീണിപ്പിച്ച് തന്നെയായിരുന്നു മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. അതുതന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്തെ സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സൂംബ നൃത്ത വിവാദ സാഹചര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയക്രമ മാറ്റ വിവാദ ഘട്ടത്തിൽ മാത്രമല്ല, മുമ്പും സംഘടിത മതവിഭാഗങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ ചർച്ചകൾക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്ന ചർച്ചകൾക്ക് ഒരു തുടക്കമാവുകയും എല്ലാം ചെയ്തിരുന്നു. അതുതന്നെയാണ് വീണ്ടും ഇന്നലെ കോട്ടയത്ത് നടന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിലൂടെ ഈ സൂംബ നൃത്ത വിവാദമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ സമയക്രമ മാറ്റം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം തന്നെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, പ്രത്യേകമായി തന്നെയുള്ള ഗ്രൂപ്പുകൾ ആധിപത്യം സർക്കാരിന് മേൽ സ്ഥാപിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന കിട്ടുമ്പോൾ മറ്റ് ഭൂരിപക്ഷ മതങ്ങളും സമുദായങ്ങളും എല്ലാം തന്നെ അവഗണിക്കപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഭാഗം വിവാദമാക്കുമ്പോൾ തന്നെയാണ് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് അത് തുറന്നിടുന്നത്. ഇന്ന് കൊച്ചിയിലും വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടികളുണ്ട്. അവിടെയും അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ ആവർത്തിക്കാനോ മറ്റു കൂടുതലായി കാര്യങ്ങൾ പറയാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്.
ശരി ജിജീഷ്, കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുകയാണ്. മലപ്പുറത്ത് നിന്ന് പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരിക്കുന്നു. സൂംബ നൃത്ത വിവാദം, സ്കൂൾ സമയക്രമം അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ മുന്നോട്ട് വച്ചായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ കോട്ടയത്ത് പ്രതികരിച്ചത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യയോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM അടക്കമുള്ള പാർട്ടികൾ. കോൺഗ്രസ് പുലർത്തുന്നത് ഏകപക്ഷീയമായ നിലപാടുകൾ മാത്രമെന്നാണ് വിമർശനം. സഖ്യം കരുത്താർജിക്കാത്തത് നിലപാടുകളിൽ വൈരുദ്ധ്യം മൂലമെന്നും കഴിഞ്ഞ ദിവസം ഓൺലൈനായി നടന്ന യോഗത്തിൽ വിമർശനം ഉയർന്നു. S നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, ഇതിനു മുൻപും ഇന്ത്യ സഖ്യത്തിൽ വിരുദ്ധ അഭിപ്രായങ്ങളും പരസ്പര വിള്ളലുകളും ഒക്കെ ഉണ്ടാകുന്നത് കണ്ടതാണ്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM അടക്കമുള്ള പാർട്ടികൾ എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വിമർശനാത്മകമായി സഖ്യകക്ഷികൾ ഉന്നയിക്കുന്നത്? രോഹിണി, നാളെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിന് മുന്നോടിയായി മുന്നണിയിലെ മുഴുവൻ കക്ഷികളെയും വിളിച്ചുകൊണ്ട് ഒരു യോഗം ചേരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് ഇതര ബാക്കി പാർട്ടികൾ മുഴുവൻ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ യോഗം വേണ്ട എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഇത്തരമൊരു യോഗം ഉണ്ടായാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ളത് കോൺഗ്രസ് കരുതുന്നു. പ്രത്യേകിച്ച് വലിയ വിമർശനം പ്രതിപക്ഷ നേതാവിന് അടക്കം എതിരെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അത് പ്രത്യക്ഷത്തിൽ വലിയ വിമർശനങ്ങളിലേക്ക് വഴിതെളിക്കും. കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം വേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ വലിയ സമ്മർദ്ദം CPM CPI അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമുണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ മറ്റ് പോംവഴികളില്ലാതെ ഓൺലൈനായി യോഗം വിളിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നിർബന്ധിതരാകുകയായിരുന്നു. ആ യോഗത്തിലാണ് രൂക്ഷമായ വിമർശനം ഇന്നലെ CPMൻ്റെയും CPIയുടെ ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാനമായും വേണ്ട രീതിയിൽ ഈ സഖ്യത്തിൻ്റെ നിലവാരം ഉയരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം. അതിന് കാരണം കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ പല നിലപാടുകളുമാണ്. ഇത്തരം നിലപാടുകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പല സംസ്ഥാനങ്ങളിലെയും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പല സംസ്ഥാനങ്ങളിലെയും തോൽവിയും കനത്ത തിരിച്ചടിയും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന ഏകപക്ഷീയ നിലപാട് പലതവണ ചർച്ച ചെയ്തതാണ്. എന്നാൽ അത്തരം ചർച്ചകൾക്കൊന്നും ഫലം കാണുന്നില്ല. മറിച്ച് വീണ്ടും കോൺഗ്രസ് ഏകപക്ഷീയമായ പാതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് CPM CPIയും അടക്കമുള്ള കക്ഷികൾ ഉയർത്തിയ വിമർശനം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാ ഭാഗത്തും, അതായത് എല്ലാ മേഖലകളിലും സഖ്യം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് BJPക്കെതിരെ പൊരുതണമെന്നുള്ളൊരു ആശയമായിരുന്നു ഇതിൻ്റെ രൂപീകരണ സമയത്ത് മുന്നോട്ട് വെച്ചത്. എന്നാൽ കേരളത്തിൽ രാഹുൽ എത്തി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ കേരളത്തിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം BJPക്ക് എതിരെ ഉയർത്താതെ മറിച്ച് കോൺഗ്രസിനെതിരെ വലിയ വിമർശനം, ഒപ്പം തന്നെ CPMന് എതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പരസ്യമായി, പ്രത്യേകിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തന്നെ കേരളത്തിലെത്തി CPMനെതിരെ ഇത്തരം പരസ്യ വിമർശനങ്ങൾ ഉയർത്തുന്നത് അത് മറ്റൊരു സന്ദേശം നൽകുമെന്നുള്ളതാണ് CPM അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് വേണ്ട രീതിയിൽ ഉള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ വേണ്ടി സഭയ്ക്കുള്ളിലാകുന്നില്ല എന്നുള്ള വിമർശനവും പൊതുവായി ഉയർന്നിട്ടുണ്ട്. സഭയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുവാൻ രാഹുലിന് കഴിയുന്നില്ല. സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ സഭയ്ക്കുള്ളിൽ പൊരുതുവാനോ ആഞ്ഞടിക്കുവാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുവാനോ കോൺഗ്രസിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ രാഹുലിന് കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ് മറ്റു പാർട്ടികൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് നേരത്തെ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ തന്നെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞതാണ്. അതായത് ഈ സഖ്യത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് തടസ്സങ്ങൾ വലിയ രീതിയിലുണ്ട്. ആ തടസ്സങ്ങൾക്ക് കാരണം ഇത്തരം സീറ്റ് വിഭജന ചർച്ചകളും വിലപേശലുകളും മറ്റുമാണെന്ന് D രാജ തുറന്നടിച്ചിരുന്നു. മാത്രമല്ല, CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർത്തുന്നുണ്ട്. സഖ്യ സാധ്യതകളെല്ലാം പൊളിക്കുന്നത് കോൺഗ്രസ്സാണ് എന്നുള്ള വിമർശനങ്ങളാണ് പൊതുവെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ യോഗത്തിലും സമാനമായ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇന്ത്യ സഖ്യം എടുത്തിരിക്കുന്നത് പാർലമെന്റിനകത്ത് വലിയ രീതിയിൽ ഒന്നിച്ചു നിന്ന് സർക്കാരിനെതിരെ പോരാടുക എന്നുള്ള ലക്ഷ്യമാണ്. ശരി, S നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. സിറിയ ദമാസ്കസിൽ ദുറൂസ് ബിദൂയിൻ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം തുടരുന്നു. ദുറൂസ് വിഭാഗത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ സൈനിക നടപടി ആരംഭിച്ചത്. ദ്വിവേദ നഗരത്തിൽ സിറിയ വീണ്ടും വൻതോതിൽ സൈന്യത്തെ വിന്യസിച്ചു. വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ബിദൂയിൻ ദുറൂസ് വിഭാഗങ്ങൾ സഹകരിക്കണമെന്ന് സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ ആവശ്യപ്പെട്ടു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിവരങ്ങൾ.
സ്ഥാപനമുണ്ടായത്. രണ്ട് രാജ്യങ്ങളും, അതായത് സിറിയയും ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിക്കുകയും ചെയ്തു. ഈ വെടിനിർത്തൽ അംഗീകരിച്ചതിന് ശേഷമാണ് വീണ്ടും ശക്തമായ ആക്രമണം ദുറൂസ് ബിദുവിൻ വിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, ആ മേഖലയിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ തന്നെയാണ് ഇസ്രായേലിനെ ഒരു സൈനിക നടപടിക്ക് നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ശക്തമായ സൈനിക നടപടി 3 ദിവസം, ബുധനാഴ്ച മുതൽ 3 ദിവസം തുടരുകയും ചെയ്തു. അത്തരത്തിലുള്ള സൈനിക നടപടി ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നീക്കങ്ങൾ ഉണ്ടാവുകയും തുർക്കിയിലെ അമേരിക്കയുടെ സ്ഥാനപതി ഇടപെടുകയും വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്ന് കൃത്യമായി ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. വെടിനിർത്തൽ നടപ്പായതിനു ശേഷവും ഈ ആഭ്യന്തര കലാപം, ദുറൂസ് ബിദുവിൻ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ ആഭ്യന്തര കലാപം അവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് വീണ്ടും നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സിറിയ അറിയിക്കുകയും ചെയ്യുന്നത്. സിറിയ വീണ്ടും ഈ സൈനിക വിന്യാസം സ്വേദ നഗരത്തിൽ നിന്നും പിൻവലിക്കണമെന്നായിരുന്നു വെടിനിർത്തൽ ധാരണയിലെ ഒരു പ്രധാന ഘടകമെങ്കിൽ ഇന്ന് വീണ്ടും അവിടെ സൈന്യത്തെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിന് ബിദുയിൻ ദുറൂസ് വിഭാഗങ്ങൾ സഹകരിക്കണമെന്നും ദുറൂസ് വിഭാഗങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച കൃത്യമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേരത്തെ തന്നെ സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നത് അതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് തന്നെയായാലും കടുത്ത സൈനിക നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി സിറിയക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എങ്കിൽ കൂടി ആ സംഘർഷം നിലനിൽക്കുന്നു എന്നൊരു പശ്ചാത്തലം ഗൗരവതരമായി തന്നെ ലോകം ചർച്ച ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ തുടരുന്ന ഒരു സാഹചര്യം സിറിയയിൽ ഉണ്ടാകരുത് എന്നൊരു നിലപാടും, അതുപോലെ തന്നെ ദക്ഷിണ സിറിയയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സൈനിക വിന്യാസവും ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിർത്തിയിലെ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ഈ സൈനിക നടപടിക്ക് നീങ്ങിയത്. തുടർന്ന് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സൈനിക നടപടി പുനരാരംഭിക്കാവുന്ന പ്രകോപനമായി ഇത് വളരാതിരിക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നീക്കമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത്. പ്രത്യേകിച്ചും സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് ഒരു ആക്രമണത്തിനല്ല, സമാധാന പുനഃസ്ഥാപനത്തിനാണ് എന്ന് സിറിയ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നത് തന്നെ കാണേണ്ടതുണ്ട്. ശരി, ഐസൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാമെന്ന് യുക്രൈൻ. ചർച്ചകൾ അടുത്തയാഴ്ച ആരംഭിക്കാമെന്നും യുക്രൈൻ. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ റസ്റ്റൻ യുമറോവ് റഷ്യൻ സൈനിക പ്രതിനിധികളുമായി ചർച്ച നടത്താം എന്നറിയിച്ചു. വെടിനിർത്തൽ സാധ്യമാക്കാൻ എല്ലാ വഴികളിലൂടെയുമുള്ള ചർച്ചകൾക്കും സന്നദ്ധമെന്ന് വ്ളോഡിമിർ സെലൻസ്കിയും അറിയിച്ചിരുന്നു. Зараз команда працює ще над одним обміном. Також секретар РНБО Умєров доповів, що запропонував російській стороні наступну зустріч на наступному тижні. Переговорну динаміку треба збільшувати. Треба робити все, щоб досягти припинення вогню. І російській стороні треба перестати ховатись від рішень. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, റഷ്യയുമായി സമാധാന ചർച്ചകൾ തുടരാം എന്ന് യുക്രൈൻ വ്യക്തമാക്കുമ്പോൾ റഷ്യ യുക്രൈൻ സംഘർഷം മയപ്പെടുന്നു. ഒരുപക്ഷെ അത് അവസാനിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് കൂടി നീങ്ങുന്നു എന്ന് തന്നെയല്ലേ അറിയേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രാഥമികമായി കണക്കാക്കേണ്ടത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 50 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നൊരു നിർദ്ദേശം ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇത് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ഇന്നലെ ഉൾപ്പെടെ ആക്രമണം റഷ്യ യുക്രൈനിലെ പല ഇടങ്ങളിലും നടത്തി, ഒഡേസ തീരത്തും തുറമുഖത്തുമെല്ലാം നടത്തിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 3 പേർ മരിക്കുകയും ചെയ്തു എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇന്നലെ പുലർച്ചെയോടെയൊക്കെ നടന്ന ആക്രമണത്തിൽ അത്തരത്തിൽ ഒരു സംഘർഷം വീണ്ടും തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നേരത്തെ കേട്ടതുപോലെ വ്ളോഡിമിർ സെലൻസ്കിയുടെ ഭാഗത്ത് നിന്ന് സമാധാന ചർച്ചകൾ തുടരാമെന്നൊരു നിലപാട് ഉണ്ടായിരിക്കുന്നത്. സമാധാന ചർച്ചകൾ തുടരുന്നത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി തന്നെയെന്നാണ് വ്ളോഡിമിർ സെലൻസ്കി അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുമറോവ് ഉൾപ്പെടെ ഈ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ഒരു സമാധാന ചർച്ചയ്ക്കുള്ള നിലപാടിലേക്ക് റഷ്യ എത്തുമോ എന്ന് ഇനിയും വ്യക്തമല്ല എന്നതാണ്. ഒരു സംഘർഷം തുടരുമെന്ന ആശങ്ക നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശം ട്രംപ് നൽകുന്നതിന് തൊട്ടു മുൻപ് തന്നെ, ഈ 50 ദിവസത്തെ കാലാവധി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞത്, അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തടസ്സമിടാൻ നിൽക്കാനുള്ള നീക്കം നടത്തുകയാണ് റഷ്യ എങ്കിൽ അത് വലിയ
ഉപരോധങ്ങൾ കൊണ്ടുവരാൻ ഒരു കാരണമാകും എന്ന ഒരു മുന്നറിയിപ്പും കൂടി നൽകിയിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് തുടർ ചർച്ചകളൊന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന യുക്രൈന്റെ നിലപാടിനോട് റഷ്യ പ്രതികരിച്ചിട്ടുമില്ല. വൈകാതെ തന്നെ അതിന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു അനുകൂല നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ തുടർ ചർച്ചകൾ ഉണ്ടാവുകയും യുക്രൈൻ സമാധാന ചർച്ച യാഥാർത്ഥ്യമാവുകയും ചെയ്യും. സമാധാന ചർച്ച യാഥാർത്ഥ്യമായില്ലെങ്കിൽ സങ്കീർണമായി മാറും യുദ്ധം എന്നതാണ് മറ്റൊരു പ്രശ്നം. ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒരു വിഭാഗമായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു അന്താരാഷ്ട്ര വിഷയമായി പരിണമിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. നാറ്റോയുടെ ഇടപെടലുണ്ടാകും. സ്വാഭാവികമായും യുക്രൈനെ പാട്രിയറ്റ് മിസൈലുകൾ നൽകാൻ തയ്യാറായിരിക്കുകയാണ് അമേരിക്ക. അതെല്ലാം തന്നെ ശക്തമായ നീക്കങ്ങളായി മാറുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ ഒരു കലുഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് തുടർ വെടിനിർത്തൽ ചർച്ചകളിലേക്കുള്ള നീക്കങ്ങൾ വോളോഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തുടർന്നും ആ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുന്നത്. എന്നാൽ റഷ്യയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകം. അത് വൈകാതെ തന്നെ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മിഥുന്റെയും ബിന്ദുവിന്റെയും എല്ലാം മരണം സർക്കാർ സംവിധാനത്തിന്റെ അനാസ്ഥയാണ് വെളിവാക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സർക്കാരിന്റെ പിടിപ്പുകേടാണിത്. കൊച്ചിയിൽ നടന്ന വികസിത കേരളം സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മിഥുനും ബിന്ദുവുമെല്ലാം ഇരകളാണ്. അനാസ്ഥ കാരണം മരണമുണ്ടായാൽ ഉത്തരവാദിത്തമുള്ളവരുണ്ടാകണം. എല്ലാവരും ഉത്തരവാദിത്തം ഒഴിഞ്ഞാൽ എന്താണ് സ്ഥിതിയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. പാവം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ജനാധിപത്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഭരണം ജനങ്ങളുടെ അവകാശമാണ്. ഇവിടെ അതില്ല എന്നത് ഖേദകരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കുട്ടി സ്കൂൾ പോകുന്നത് എന്തിനാണ്? ഫുട്ബോൾ പഠിക്കാനും സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അവിടെ പോയിട്ട് ഒരു ഇലക്ട്രിക്യൂഷനായിട്ട് മരിക്കുന്നത് അത് എനിക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ്. അത് ഫേറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അൺഫോർച്ചുനേറ്റ് ട്രാജഡി ഒന്നുമല്ല. ഇത് ഞാൻ കോട്ടയത്തിൽ നടന്നതും കൊല്ലത്ത് നടന്നതെല്ലാം കാണുന്നത് ഒരു സിസ്റ്റമാറ്റിക് കുറ്റകരായ ഒരു അനാസ്ഥ, ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് സ്റ്റേറ്റിന്റെ. അത് എന്തുകൊണ്ടാണ് അത് ഇന്നും നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരെയും അക്കൗണ്ടബിൾ ആക്കുന്നില്ല. നോക്കൂ, തെറ്റ് പറ്റും. ഒരാൾ തെറ്റ് ചെയ്തു, അയാളെ അക്കൗണ്ടബിൾ ആക്കിയാൽ മാത്രമേ പിന്നെ ഫ്യൂച്ചറിൽ ആൾക്കാർ കുറച്ച് ഒരു കെയർഫുൾ ആയിട്ട് ചെയ്യുള്ളൂ. അതൊന്നും നടക്കുന്നില്ല. വികസനം എന്നാൽ സ്വപ്നമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ജനാധിപത്യ രാജ്യത്ത് വികസനമാകണം പ്രധാന ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കേരളം സൃഷ്ടിക്കാൻ ഇവിടെ തന്നെ അവസരമുണ്ടാകണം. IT പ്രൊഫഷണലുകളും അഭിഭാഷകരും വ്യവസായികളും അടക്കം വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. ജനം, കൊച്ചി. തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പരയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരവെ പൊട്ടി വീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അർദ്ധരാത്രിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഏകദേശം 2 മണിയോടുകൂടി ലൈൻ കമ്പി പൊട്ടി വീണത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഈ യുവാവ് അതിലേക്ക് നേരെ ബൈക്ക് ഓടിച്ചു വന്ന് ഇതിലേക്ക് ഇടിക്കുകയും തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സും പോലീസ് സംഘവും എത്തിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? രോഹിണി, നിലവിൽ ഈ പോസ്റ്റ് മറിഞ്ഞു വീണ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഒരു മരച്ചില്ല ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ അത് കാണാം. മരച്ചില്ല ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈൻ കമ്പിക്ക് മുകളിലേക്ക് വീഴുകയും അതേ തുടർന്ന് പോസ്റ്റ് അടിഭാഗം കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അങ്ങനെ കിടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ ഒരു മരച്ചില്ലയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റബ്ബറിൻ്റെ ഒരു തടിയാണ് അത് ഒടിഞ്ഞു വീഴുന്നത്. അത് ഒടിഞ്ഞു വീണതിന് ശേഷമാണ് ഈ ഇലക്ട്രിക് ലൈൻ കമ്പി പൊട്ടി വീഴുന്നത്. പൊട്ടി വീണതിനെ തുടർന്ന് ഈ പോസ്റ്റോട് കൂടി ഒടിഞ്ഞു വീഴുകയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഈ വാഹനം വന്നു കയറിയത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷയെ ഓടിച്ച വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നാണ് അപകടം ഉണ്ടാവുകയും ഇത്തരത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തു. എന്തായാലും ഇതുവരെ ഈ പോസ്റ്റ് നീക്കം ചെയ്യാനുള്ള അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആരും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ലൈൻ കമ്പിയുടെ പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്കൊന്നും കടന്നിട്ടൊന്നും ഉണ്ടായില്ല. ഇന്നലെ രാത്രിയോടുകൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പ്രശാന്ത്, ഈ അപകടം നടന്ന് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഉദ്യോഗസ്ഥരാരും ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നാണോ പ്രശാന്തിന് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്?
തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു കെട്ടിത്തിരിച്ചുകൊണ്ട് ഇതിനൊരു വെച്ചിരിക്കുന്നതല്ലാതെ മറ്റ് ആരും ഇവിടെ നിന്നും എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം ഇത്ര മണിക്കൂറോളം ഇത് പോസ്റ്റ് ഒടിഞ്ഞു വീണതിന് ശേഷവും സപ്ലൈ ഉണ്ടായിരുന്നത് തന്നെയാണ് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്. അത് ഈ KSEB അധികൃതരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരാരും അറിഞ്ഞില്ല എന്നതും അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളോട് കാണാം. കാരണം ഒരു മരച്ചില്ല, നമുക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായിട്ടെല്ലാം ഈ ഇലക്ട്രിക് ലൈനിന് മുന്നിൽ കിടക്കുന്ന മരച്ചില്ലകളടക്കം മുറിച്ചു മാറ്റേണ്ടതാണ്. ഇതൊരു ഉണങ്ങിയ മരച്ചില്ലയാണെന്നാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലും മുറിച്ചു മാറ്റാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ സമീപനമോ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകാത്തതും ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരച്ചില്ല ഒടിഞ്ഞാണ് ഇലക്ട്രിക് ലൈൻ കമ്പിക്ക് മുകളിൽ വീഴുകയും പോസ്റ്റ് അടിഭാഗം കൊണ്ട് ഒടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ അങ്ങനെയാണ് അപകടം ഉണ്ടാക്കുകയും ഈ 3 പേർ സഞ്ചരിച്ച ബൈക്ക് അതിലേക്ക് ഇടിച്ചു കയറിയാണ്. അതായത് ഈ വരുന്ന ഭാഗത്തു നിന്നും നമുക്ക് പൊതുവിൽ ഈ പോസ്റ്റ് ഒടിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുന്നത് കാണാൻ കഴിയില്ലായിരുന്നു, രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ലൈൻ കമ്പി ഇതിൻ്റെ സ്റ്റേ കമ്പി അടക്കം ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സ്റ്റേ കമ്പിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ പോസ്റ്റിൻ്റെ അടിഭാഗം കൊണ്ട് ഒടിഞ്ഞ് റോഡിലേക്കാണ് വീഴുന്നത്. ഇത്രയും വലിയ ശബ്ദത്തോടു കൂടി വീണിട്ട് പോലും ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നതും വലിയ അത്ഭുതത്തോടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. നമുക്കിപ്പം ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് നിങ്ങളറിയുന്നത് ഇപ്പോൾ എത്ര മണിക്കാണ്? ഇത് ഞാൻ രാത്രി 12 കൂടിയാണ് അറിയുന്നത്. അപ്പോൾ ഈ പയ്യന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്തുള്ള മരം ഈ പോസ്റ്റിലേക്ക് വീഴുകയും ഈ പോസ്റ്റ് പൊട്ടി വീണ് ലൈൻ കമ്പി തട്ടിയാണ് ആ പയ്യൻ മരണപ്പെട്ടത്. 3 പേരുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെടുക, ബാക്കി 2 പേര് ഒരു പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഇത് ആരും അറിഞ്ഞില്ലായിരുന്നു? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. തൊട്ടടുത്ത് ഇവിടെ 9-9 വരുന്ന ആൾക്കാരെല്ലാവരും ഏകദേശം ഉറക്കമാവുന്നതാണ്, കടകളൊക്കെ അടയ്ക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് ഇത്രയും വലിയ ശബ്ദത്തോടു കൂടി ഒടിഞ്ഞു വീണ് കിടക്കുകയായിരുന്നു. പക്ഷേ ആരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. മഴയൊക്കെ ആയതുകൊണ്ട് ആരും അറിഞ്ഞ് സപ്ലൈ ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇപ്പം ഇതിൽ തട്ടി ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. കുട്ടികളും അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. സാധ്യതയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അടുത്ത് വന്ന് കയറിയ ശേഷമായിരിക്കും പെട്ടെന്ന് അവർ ലൈൻ തട്ടുകയാണ് ചെയ്തത്. അതിൽ ഒരാൾ മരണപ്പെടും, ബാക്കിയുള്ള രക്ഷപ്പെട്ടു. അതൊക്കെ തെറിച്ച് വീഴുകയാണ് ചെയ്തത്. അവർക്ക് ഷോക്ക് കിട്ടിയത്. അപ്പോൾ തൊട്ടടുത്ത് മറ്റേ കശാപ്പായതുകൊണ്ട് അവരാണ് ഇത് ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്. അവരാണ് ഓടിയെത്തി സംഭവം അവർ വിളിച്ച് ശബ്ദം കേട്ടാണ് പെട്ടെന്ന് അവരെത്തിയ സമയത്താണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം അറിയുന്നത്. എങ്ങനെയാണ് സംഭവം അറിയുന്നത്? അപ്പോൾ അവർ ഈ തൊട്ടടുത്ത് ഒരു കശാപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഇവർ വരുന്നവർ കളിച്ച് ചിരിച്ച് വരുന്ന കേട്ടു. വന്ന് ഇവിടെ എത്തിയ സമയത്ത് ഒരു സൗണ്ട്, ഒരു വിളിയും മാത്രം കേട്ടു. അപ്പോൾ അവർ തന്നെയാണ് ഈ സംഭവം ഓടി ഇവിടെ എത്തുന്നത്. എത്തി വീടുകളിൽ എല്ലാവരും വിളിച്ചുണർത്തുക, ബാക്കിയെല്ലാം ചെയ്ത് അവർ തന്നെയാണ് ചെയ്തിരുന്നത്. ഈ പോസ്റ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോഴേ ഭയങ്കര ദ്രവിച്ചിരിക്കുകയാണ്. സ്റ്റേ കമ്പി അടക്കം ദ്രവിച്ചിരിക്കുകയാണ്. ഇത് അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധയൊന്നും ഉണ്ടായില്ല. ഒരു പോസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതായത് ചുറ്റുവട്ടത്തുള്ള എല്ലാ പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പോസ്റ്റ് കൊടുത്ത് നമ്മൾ മാറ്റാൻ വേണ്ടി ഇത് കൊടുത്തത്. 2 മെയിൻ പോസ്റ്റിനിടയിലേക്ക് റോഡിൻ്റെ വലത് ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. അതെ. മറ്റെന്തെങ്കിലും സപ്ലൈ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണോ? അല്ല. ആദ്യം പോയി ഇപ്പം 11 kV അതിൻ്റെ സമയം അപ്പുറത്തോട്ട് മാറ്റുകയാണ് ചെയ്തത്. 11 kV ഇപ്പോൾ ആ സൈഡിൽ കൂടെയാണ് സപ്ലൈ എല്ലാം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഇപ്പോൾ ചേഞ്ച് വന്നപ്പോൾ അതിൻ്റെ ഒരു സർവീസ്, ഇതിലേക്കുള്ള സർവീസ് മാത്രം KSEBയുടെ ഭാഗത്തുനിന്ന് ഇത് ഇത്രയും ഈ കാലപ്പഴക്കമുള്ള പോസ്റ്റ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടപടികളുണ്ടോ ഉണ്ടായിരുന്നോ? ശരി പ്രശാന്ത്, വരും മണിക്കൂറുകളിലും എത്താം ഈ വാർത്തയിലേക്ക്. നമുക്ക് തിരുവനന്തപുരം നെടുമങ്ങാടാണ് യുവാവിന് ഷോക്കേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വോട്ടർ പട്ടിക പരിഷ്കരണം, അഹമ്മദാബാദ് വിമാന അപകടം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. അതേസമയം രാജ്യ താൽപര്യങ്ങൾക്ക് ഉതകുന്ന ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. 8 സുപ്രധാന ബില്ലുകളും പാർലമെന്റ് പാസാക്കും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുമ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക? അതോടൊപ്പം തന്നെ ഏതെല്ലാം ബില്ലുകളിൽ ആണ് എന്തെല്ലാം സുപ്രധാന ബില്ലുകളിലാണ് പാർലമെന്റ് ഈ വർഷകാല സമ്മേളനത്തിൽ പാസാക്കുകയും ചെയ്യുക?
രോഹിണി, പ്രധാനമായും 8 സുപ്രധാന ബില്ലുകളാണ് പാർലമെന്റ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അതിനുപരി ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണം അത് സെക്യൂരിറ്റി വീഴ്ചയാണ്, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അനാസയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇത് പാർലമെന്റിൽ ഉയർത്തി അവിടെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാനും ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ത്യ സഖ്യം കടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിവരിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ആവശ്യം. എന്നാൽ സർക്കാർ അതിന് തയ്യാറായില്ല. മറിച്ച് മൺസൂൺ സെക്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണവും അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും അടക്കമുള്ള വിഷയങ്ങൾ ഏതായാലും പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഉപയോഗിക്കും. ഒപ്പം തന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ തേടി പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനെല്ലാം ഉപരി ബീഹാർ വോട്ടർ പട്ടിക വിഷയമാണ്. ബീഹാർ വോട്ടർ പട്ടികയിലൂടെ ബീഹാർ സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ നിന്നും നീക്കം ചെയ്യുക, പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു പ്രതിപക്ഷ സഖ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകളടക്കം ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഏതാണ്ട് 8 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകൾ ഇതിനോടകം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇരട്ട വോട്ടുകൾ, അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ വോട്ടുകൾ. ഇതിനെല്ലാം ഉപരി വിദേശ രാജ്യങ്ങൾ, അതായത് ബംഗ്ലാദേശും മ്യാൻമാറിൽ നിന്നുമടക്കം ഭാരതത്തിലേക്ക് കുടിയേറിയവർക്ക് പോലും ബീഹാറിൽ വോട്ടർ അവകാശമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ തെളിഞ്ഞു. അവരെ പട്ടികയിൽ നിന്നും പുറത്താക്കുവാനുള്ള നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടു. ഇത് സർക്കാരിൻ്റെ ഇഷ്ടപ്രകാരമാണ്, അല്ലെങ്കിൽ സർക്കാർ ഈ രീതിയിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. ഇത്തരത്തിൽ ഈ ആരോപണങ്ങളും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതേസമയം സർക്കാർ നിലപാട് നേരത്തെ തന്നെ കേന്ദ്ര പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയുണ്ടായി. രാജ്യ താൽപ്പര്യങ്ങൾക്കുതകുന്ന എല്ലാ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയത്. മാത്രമല്ല അനാവശ്യ കാര്യങ്ങൾ ഉപയോഗിച്ച് സഭ പ്രക്ഷുബ്ധമാക്കുവാനോ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി ജനങ്ങൾക്ക് ഉതകുന്ന ചർച്ചകൾ വഴിതിരിച്ചുവിടുവാനോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുവാനോ വേണ്ട അത്തരം കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും എല്ലാ പാർട്ടികളെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഓൾ പാർട്ടി മീറ്റിങ്ങും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും. ശരി നന്ദൻ, തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. ഉത്തർപ്രദേശിനെ ക്ലീനാക്കി യോഗി ആദിത്യനാഥ്. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ യോഗി സർക്കാർ സ്വീകരിച്ചത് ശക്തമായ നടപടി. ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. 2017 മുതൽ നടന്ന 14,973 ഏറ്റുമുട്ടലുകളിൽ 30,694 ക്രിമിനലുകൾ അറസ്റ്റിലായി. 9,467 പേരെ മുട്ടിന് താഴെ വെടിവെച്ച് പിടികൂടി. 238 കൊടും ക്രിമിനലുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കുറവെന്നും സർക്കാർ. നന്ദൻ ചേരുന്നു. നന്ദൻ, എന്തായാലും ഉത്തർപ്രദേശിനെ ഒരു തലത്തിൽ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് അല്ലേ? ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ അതിശക്തമായ നടപടി തന്നെയല്ലേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യോഗി സർക്കാർ സ്വീകരിച്ചത്? രോഹിണി, 2017 വരെയുള്ള സാഹചര്യമല്ല ഉത്തർപ്രദേശിൽ ഇന്ന്. ഉത്തർപ്രദേശ് പാടെ മാറി എന്ന് വേണം പറയുവാൻ. 2017 മുമ്പ് ഉത്തർപ്രദേശിൽ ഗുണ്ടകളുടെയും അതേപോലെ തന്നെ പിടിച്ചുപറിക്കാരുടെയും ഒക്കെ തന്നെ വിളനിലമായിരുന്നു. വലിയ രീതിയിൽ ഗുണ്ട ആക്രമണങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, അതേപോലെ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതടക്കമുള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ രാജ്യത്ത് വലിയ രീതിയിൽ ഇത്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രഥമ സ്ഥാനത്തായിരുന്നു ഉത്തർപ്രദേശ് ഉണ്ടായിരുന്നത്. 2017 യോഗി ആദിത്യനാഥ് അധികാരമേറ്റതിൽ പിന്നെ ഉത്തർപ്രദേശ് സമഗ്രമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ക്രിമിനലുകൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പോലീസ് DGP പുറത്തുവിട്ട കണക്കുകൾ അതിന് ഉദാഹരണമാണ്. വലിയ ആക്ഷേപങ്ങൾ പലതും യോഗി സർക്കാരിനെതിരെ ഉയരുന്നുണ്ടെങ്കിലും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ഏത് രീതിയിലാണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നതെന്ന്. ഇതിൽ ഏറ്റവും 8 വർഷത്തിനുള്ളിൽ 238 പേരാണ് ഈ പോലീസിൻ്റെ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ കൊടും ക്രിമിനലുകളാണ് എന്നുള്ളതാണ്
ഏറെ പ്രത്യേകത. 14,973 പോലീസ് ഏറ്റുമുട്ടലുകൾ നടന്നു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. DGP രാജേഷ് കൃഷ്ണയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. അതേപോലെ തന്നെ 9,467 പേരെ പോലീസ് കാലിന് താഴെ മുട്ടിന് താഴെ വെടിവെച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 30,694 പേരെ ഗുണ്ടാ നിയമം പ്രകാരം അറസ്റ്റ് ചെയ്തു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് UP-യിലെ ക്രമസമാധാന നില അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി UP സർക്കാർ ആയുധമെടുത്തു എന്നുള്ളത് കൃത്യം ഇവിടെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നത് പടിഞ്ഞാറൻ UP-യിലാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മീററ്റ് മേഖലയിൽ മാത്രം ഏതാണ്ട് 7,969 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേപോലെ തന്നെ ഇവിടെ പോലീസ് ഏറ്റുമുട്ടലിൽ മീററ്റിൽ പരിക്കേറ്റവരുടെ എണ്ണം 2,911. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലം ആഗ്രയാണ്. ആഗ്രയിൽ 5,529 പേരും അതേപോലെ തന്നെ ബറേലിയിൽ 4,383 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലുകൾ ഈ മീററ്റ് ആഗ്ര മേഖലയിൽ നടന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാരണാസി ഉൾപ്പെട്ട കിഴക്കൻ UP-യിലും വലിയ രീതിയിൽ അക്രമങ്ങൾ അടിച്ചൊതുക്കാൻ UP പോലീസിനായിട്ടുണ്ട്. 2029 ക്രിമിനലുകളെയാണ് ഈ കിഴക്കൻ UP വാരണാസി കേന്ദ്രീകരിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 620 പേർ പോലീസ് നടപടികൾ പരിക്കേറ്റു എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ UP-യിലെ ഗൗതം ബുദ്ധം നഗർ മേഖലയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പോലീസ് സൂചിപ്പിക്കുന്നു. 1989 പേർ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതേപോലെ തന്നെ പോലീസ് വെടിവെപ്പിൽ 1,180 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് UP-യിലാകെ ഒരു ശുദ്ധീകരണ നടപടിയുമായി ഉത്തർപ്രദേശ് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ക്രിമിനലുകൾ അത് ആരാണേലും മുഖം നോക്കാതെയാണ് UP സർക്കാർ നടപടിയെടുക്കുന്നത്. നേരത്തെ സമാജ്വാദിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ അനുയായികൾ വലിയ രീതിയിലുള്ള ഗുണ്ടാ പ്രവർത്തനമായിരുന്നു ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരുന്നത്. സ്ത്രീ പീഡനങ്ങളുടെ വലിയ കണക്കുകൾ ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുമായിരുന്നു. ഓരോ ദിവസവും അത്തരം വാർത്തകൾ കേട്ടുകൊണ്ടായിരുന്നു രാജ്യമുണ്ടിരുന്നത്. അതേപോലെ തന്നെ ഗുണ്ടാ ആക്രമണങ്ങളും തട്ടിക്കൊണ്ടുപോകലും അടക്കം വലിയ രീതിയിൽ അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തെ നേർരേഖയിലേക്ക് അല്ലെങ്കിൽ ശരിയായ പാതയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് പോലീസ് അതിന് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് DGP പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാളിന്റെ ഹൃദയഭാഗത്ത് പുരുലിയയിൽ അയോധ്യ കുന്നുകളിൽ നിശബ്ദ വിദ്യാഭ്യാസ വിപ്ലവം നടക്കുകയാണ്. രാഷ്ട്രീയക്കാരുടെയോ സെലിബ്രിറ്റികളുടെയോ നേതൃത്വത്തിലല്ല, മറിച്ച് മാലതി മുർമു എന്ന വനവാസി വീട്ടമ്മയുടെ നേതൃത്വത്തിലാണ് ചരിത്രം രചിക്കുന്നത്. ആ കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ജിലിംഗ് സറൻ പശ്ചിമ ബംഗാളിലെ വിദൂര ഗ്രാമങ്ങളിൽ ഒന്നാണ്. വികസനം എത്തിനോക്കാത്ത പൂർണ്ണമായും ഒറ്റപ്പെട്ട ഇടം. ബംഗാ മുർമുവിന്റെ കൈപിടിച്ച് 2019 അവിടേക്കെത്തിയതാണ് മാലതി. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ പക്ഷേ അവളെ ഒരു കാര്യം അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. വന്നുകയറിയ ഗ്രാമത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അഭാവമായിരുന്നു ആ പ്രശ്നം. കുട്ടികൾ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നു. കൗമാരക്കാർ കാട്ടിൽ പണിയെടുക്കുകയോ വീട്ടിൽ തന്നെ കഴിയുകയോ ചെയ്യുന്നു. വിദ്യാഭ്യാസം എന്നത് പലരുടെയും ചിന്തയിലേയില്ല. എന്നാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മാലതിക്ക് വിദ്യാഭ്യാസത്തിന്റെ വില അറിയാമായിരുന്നു. അങ്ങനെ നിശബ്ദമായി എന്നാൽ സധൈര്യം അവൾ തന്റെ ദൗത്യം ആരംഭിച്ചു. തന്റെ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീട് ഒരു വിദ്യാലയമാക്കി. മാലതിയുടെ ദൗത്യം ആദ്യം ഗ്രാമം പരിഹാസത്തോടെയാണ് കണ്ടത്. സ്വന്തം കുടുംബം തന്നെ അവളെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ പിന്തിരിയാതെ മാലതി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളെ പഠിക്കാൻ അയക്കാൻ പ്രേരിപ്പിച്ചു. ഒരു കൈയിൽ 2 മാസം മാത്രം പ്രായമായ സ്വന്തം കുഞ്ഞും മറുകൈയിൽ ചോക്കും പിടിച്ച് ജിലിംഗ് സറൻ കുന്നുകളിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് മാലതി മുർമു തുടക്കം കുറിച്ചു. പതുക്കെ ഗ്രാമവാസികൾക്കിടയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള 45 വിദ്യാർത്ഥികളെ സന്താലി, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ന് മാലതി പഠിപ്പിക്കുന്നു. ജിലിംഗ് സറന്റെ മരുമകൾ ഇന്ന് പ്രതീക്ഷയുടെയും ദൃഢനിശ്ചയത്തിന്റെയും പരിവർത്തനത്തിന്റെയും
ദീപസ്തംഭമാണ്. 5 വർഷമായി തൻ്റെ സമൂഹത്തെ നിരക്ഷരതയുടെ ഇരുട്ടിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണവൾ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിച്ച് പ്രവാസികളും ദുബായിലെ വിവിധ ഹൈന്ദവ ഗൃഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥപറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും രാമായണ പാരായണം. രാമായണശീലികളാൽ മുഖരിതമാണ് പ്രവാസലോകവും. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമജപങ്ങളുടെ നാളുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. നാട്ടിലേക്കാളും കൂടുതലായിട്ട് വായന ഇവിടെയാണ് സത്യത്തിൽ നടക്കുന്നത്. നാട്ടിലും നമ്മൾ പിന്നെ ചെറുപ്പം മുതലേ രാമായണം, അധ്യാത്മ രാമായണം വെച്ച് വായിക്കാറുണ്ട് കർക്കിടകം വരുമ്പോൾ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു കൂട്ടായ്മയായിട്ട് നമ്മളെല്ലാവരും കൂടി നാട്ടിലേക്കാളും കൂടുതൽ ഇവിടെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണം പാരായണം ചെയ്യാൻ തുടങ്ങിയവരും ധാരാളമുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ ഒരു 20 കൊല്ലത്തോളമായി. ഇപ്പോൾ ഓരോ കൊല്ലവും നന്നായി വരികയാണ്. അപ്പോൾ നമ്മൾക്കതിൻ്റെ ഞങ്ങൾ ഈ രാമായണ മാസം ഞങ്ങൾ രാമൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAE-യിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. നാട്ടിലേക്കാൾ ഭക്തിസാന്ദ്രമായാണ് പ്രവാസ ലോകത്തെ രാമായണ മാസാചരണം. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ മൊഴിയിലാണ് കേസ്. ഷാർജയിലുള്ള അതുല്യയുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കും. എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനോട് അത്ര ഒരു ഇൻറ്റിമസി ഉള്ള മോളാണ്. നമുക്ക് അതിനകത്ത് വളരെ ദുരൂഹമായ സാഹചര്യമുള്ളൂ. എന്താണെന്നുള്ള അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരം മദ്യപാനിയായ ഒരു ഭർത്താവാണ്. നമുക്കത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അക്രസക്തനാവുന്ന ഒരു മനുഷ്യനാണ്. എപ്പോഴും നിരന്തരം പീഡനങ്ങൾക്കിരയായി സഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സഹിച്ച് കുഞ്ഞിന് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഇതോടൊപ്പം പല ആവർത്തി ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസ് കേസ് വരെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് അറിയണം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഏതെറ്റം വരെ പോകുന്നത്. വിവരങ്ങളുമായി മനോജ്. ഷാർജയിൽ മരണപ്പെട്ട അതുല്യ കൊടിയ പീഡനങ്ങൾക്കിരയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. നിലവിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്? തീർച്ചയായും നിരന്തരമായി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. എന്തായാലും തെക്കുംഭാഗം പോലീസ് കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. വീട്ടുകാരുടെ പരാതിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അതുല്യയുടെ വീട്ടിലാണ്. അതായത് ഈ ചവറ തെക്കുംഭാഗം കോഴിവിളയിലാണ് ഈ വീടുള്ളത്. ഇപ്പോൾ ഇവിടെ
അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും ബന്ധുക്കളുമൊക്കെ ഉണ്ട്. ഈ അതുല്യ ഭവനത്തിൽ നിന്നാണ് ഈ അതുല്യ ഷാർജയിലേക്ക് പോകുന്നത്. നിരന്തരമായി വീട്ടുകാരോട് ഈ കാര്യം അറിയിക്കുന്നുണ്ടായിരുന്നു. അതായത് അതുല്യ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടു. ദേഹമാസകലം തന്നെ പരിക്കുകളാണ്. ഇത്തരത്തിൽ സതീഷ് നിരന്തരമായി അതുല്യയെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത അറിയുമ്പോൾ, അതായത് വീട്ടുകാരൊക്കെ ഈ വിവരം അറിയുമ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത്. കാരണം ആ ഒരു സാഹചര്യമായിരുന്നില്ല. എല്ലാം സഹിച്ചും പുറത്തും അതുല്യ കഴിഞ്ഞിരുന്നു. തൻ്റെ മകളെ ഓർത്ത് അങ്ങനെ ചെയ്യാൻ ഒരു വഴിയുമില്ല എന്നുള്ളത്. എന്തായാലും അതുല്യയുടെ ബന്ധുക്കൾ കൂടെ ഇവിടെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? തുടക്കം മുതലേ ഇവർ തങ്ങളിൽ പ്രശ്നങ്ങളായിരുന്നു. അവളിഞ്ഞ് വരികയും വീണ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും കൂടാതെ അതിനെ തുടർന്ന് പോലീസ് കേസും ബന്ധുവഴിയാൻ കോടതിയിലൊക്കെ പോയതായിരുന്നു. പിന്നെ അവർ കോടതി മുഖേന കൗൺസിലിങ്ങിൽ ഏർപ്പെടുകയും വീണ്ടും അവർ ഒന്നിക്കുകയും വീണ്ടും അത് കഴിഞ്ഞ് ജീവിക്കുകയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ കണ്ട് നിരന്തര പീഡനം. ഇവൻ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവൻ നമ്മളെ വന്ന് കാണുകയും കരഞ്ഞു പിടിച്ച് കാല് പിടിച്ച് വിഷമം നമ്മളെ കൂടെ വിഷമിപ്പിച്ചുകൊണ്ട് വീണ്ടും കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അവൻ്റെ സ്ഥിരം സ്വഭാവമായിരുന്നു. ഇന്നില്ലെങ്കിൽ നാളെ അവൻ്റെ സ്വഭാവങ്ങൾ മാറുമെന്നും കൂടാതെ ഇവർക്കൊരു പെൺകുഞ്ഞാണ് 10 വയസ്സുള്ളത്. അതുകൊണ്ട് അവർക്ക് കുടുംബം എന്തെങ്കിലും നന്നാവും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോട് ഈ കുഞ്ഞ് അവൻ്റെ കൂടെ പോവുകയായിരുന്നു. കൂടാതെ 1.5 വർഷത്തിന് മുമ്പ് അവൾ ഷാർജയിൽ പോയി അവനോടൊപ്പം താമസിക്കുകയും കുഞ്ഞിനെ വീണ്ടും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ കഴിഞ്ഞ 18-ാം തീയതി രാത്രി അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ കഴിഞ്ഞ 29-30 വയസ്സിലുള്ള ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞ് ഇവർക്ക് ഏതോ ഈ വരുന്ന തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ 22-ാം തീയതി തിങ്കളാഴ്ച അവൾ ജോലി പ്രവേശിക്കാതിരിക്കും. അതിനുള്ള തർക്കവും അതിനുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈ കൊലയ്ക്ക് കാരണമായെന്ന് ഞങ്ങൾ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്തില്ല. പിന്നെ എന്തോ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നില്ല. എല്ലാം നിയമ നടപടികളിൽ കൂടി എല്ലാം സ്ഥിരീകരിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്ഥിരം മദ്യപാനിയായിരുന്നു. സ്ഥിരം മദ്യപാനി. ഓവറായി കഴിഞ്ഞാൽ ഇവന് പ്രശ്നക്കാരൻ സഹിക്കുകയോ മറ്റുള്ളവരുമായിട്ട് കൂടത്തില്ല. സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ കുപ്പിയോടുകൂടി മദ്യപിക്കുന്ന സ്വഭാവമായിരുന്നു. അമിത മദ്യപാനം. സഹോദരി കൂടെ അടുത്താണോ താമസിക്കുന്നത്? അതെ, സഹോദരി അടുത്താണ് താമസിക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലെങ്കിൽ നാളെ റെഡിയാവും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. സഹോദരി ഭർത്താവും അവിടെ ഉണ്ട്. അവരാണിപ്പം കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം നീക്കുന്നത്. എങ്ങനെയാണ് മറ്റ് നടപടിക്രമങ്ങൾ? അതായത് നടപടിക്രമങ്ങൾ ശനിയും ഞായറും അവിടെ അവധിയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മാത്രം പോസ്റ്റ്മോർട്ടം നടക്കും. ഏർപ്പാട് ചെയ്ത് ഡെഡ് ബോഡി എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂടാതെ കണ്ട് ഈ കുറ്റകരമായതാണെങ്കിൽ താമസിക്കാൻ സാധ്യതയുണ്ട്. ഫോറൻസിക്കൊക്കെ അയച്ചിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും അതുതന്നെയാണ് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ അതുല്യയുടെ അമ്മ ഇവിടെയുണ്ട്. അമ്മ വലിയ സങ്കടത്തിൽ തന്നെയാണ് നമ്മളോട് ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ചത്. ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ മകൾ നിരന്തരമായി പീഡനത്തിനിരയാകുന്നു എന്നൊരു കാര്യം തന്നെ അമ്മയും അച്ഛനും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അതുല്യ ഈ കാര്യമെല്ലാം അറിയിക്കുമ്പോൾ വീട്ടിലോട്ട് വരാൻ അതുല്യയുടെ അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ അതുല്യയ്ക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അമ്മ ഇവിടെയുണ്ട്. ഈ ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ തന്നെ മകൾ ഈ കാര്യങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നുള്ളത്. എൻ്റെ മോള് വീഡിയോ കോളിൽ വിളിക്കുമായിരുന്നു. വീഡിയോ കോളിൽ വിളിച്ച് കാണുമായിരുന്നു. അപ്പോൾ ഈ ദേഹമാസകലം മുറിവുകളാണല്ലോ. ഈ സതീഷ് എങ്ങനെയാണ്? സതീഷ് അവനൊരു സൈക്കോ പോലെ പെരുമാറുന്നു. എൻ്റെ കുഞ്ഞിന് നോട്ടെ അവൻ മാനസികമായിട്ട് ഫോൺ വിളിച്ചാലും അവൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അവൻ ഫോൺ വിളിക്കുന്ന ഉടനെ എടുത്തോണം. അവൾ ബാത്റൂമിലാണേലും എടുത്തോണം. പിന്നെ ആഹാരം കഴിക്കാതെ തന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണം. സമയത്തിന് ആഹാരം പോലും നിശ്ചയം കഴിഞ്ഞിടം തൊട്ട് കഴിക്കാൻ. അങ്ങനെയൊക്കെ സഹിക്കുക ചെയ്യാൻ ഇത് ബന്ധം വേണ്ടാന്ന് വെക്കാൻ പലവട്ടവും ശ്രമിച്ചതാണ് നമ്മൾ. അന്നേരമൊക്കെ അവൻ്റെ അമ്മ കരഞ്ഞ് നെഞ്ചത്തടിച്ച് ഈ അയലത്തുകാർക്കൊക്കെ അറിയാം. നിലയും വിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് കോംപ്രമൈസിന് കിണറ്റി ചാടി ചാവുമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തുമെന്ന്. അങ്ങനെ ഒരു തരത്തിലും സഹിക്കുക വയ്യാൻ ഞാൻ ഇത് മുന്നോട്ട് പോയത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്ന കേൾക്കണ്ടേ. കേസൊക്കെ കൊടുത്തതായിരുന്നു കോടതിയിലൊക്കെ.
എൻ്റെ ആങ്ങളമാരുടെ മുന്നിൽ അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ വെള്ള പേപ്പറിൽ ഒപ്പുമൊക്കെ ഇട്ട് കൊണ്ടുപോയത് കുഞ്ഞിനെ. നമ്മളറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനാ കൊണ്ടുപോകുന്നതെന്ന്. നേരത്തെ കേസായിരുന്നു, അതിനുശേഷം അവരുടെ ബന്ധുക്കളൊക്കെ ഇടപെട്ടു. അവരുടെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അവർ 3 ആണുങ്ങളാണ്. അവന് മൂത്ത ഒരു ചേട്ടന്, അത് 5 വർഷമായി ഇപ്പം മരിച്ചിട്ട്. അതും ഗൾഫിലെങ്ങാണ്ടായിരുന്നു. പിന്നെ ഈ സംശയരോഗം എന്നുള്ളത് സംശയരോഗം ഭയങ്കര. കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അന്നേരമൊക്കെ വഴി തെറ്റിക്കുമെന്നാണ് പറയുന്നത്. കൂട്ടുകാർ വിളിക്കുന്നത് അവളെ വഴി തെറ്റിക്കുമെന്ന്. സഹോദരി അടുത്ത് താമസം ഉണ്ടായിരുന്നല്ലോ. അപ്പം പിറ്റേന്ന് അവൾ ജോലിക്ക് കയറായിരുന്നേ. അന്നത്തെ ദിവസം അവൾ യൂണിഫോം മേടിക്കാനായിട്ട് അവൾ ഉപയോഗിച്ച ഒരു സൂട്ടും കോട്ടും ഒക്കെ ഉണ്ട്. ഇത് ജോലിക്ക് പോകാനായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇല്ലവന് അങ്ങനെ അത് മേടിക്കാനായിട്ട് എൻ്റെ മോളുടെ അടുത്ത് പോയതാണ്. അവിടെ അടുത്ത് ചെന്ന് എന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഇളയ മോള് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് പഴുത്ത മാങ്ങയൊക്കെ കൊടുത്ത്. ഞാനന്നേരം ചോദിച്ചു, മോളെ അവക്കെന്തോ കൊടുത്തെന്ന് പറഞ്ഞ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് മാങ്ങയൊക്കെ കൊടുത്ത്. അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ച് തമാശയും അനിയത്തിയും ചേട്ടത്തിയുടെ ഇളയ അനിയൻ്റെ പണ്ടത്തെ കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ച് തമാശയൊക്കെ അവളെയും കളിയാക്കിക്കൊണ്ട് കുഞ്ഞ് ചാവുമോ. പിറ്റേന്ന് ബർത്ത്ഡേയും അവിടെ അവളെ സ്റ്റാറ്റസ് രാത്രി ഇടുകയും ചെയ്തു. അന്നേരം അവൾ ചാവുമായിരിക്കും. ഒരു സാഹചര്യവും ഇല്ല. അതായത് അങ്ങനെയാണെങ്കിൽ നേരത്തെ സംഭവിക്കും. നേരത്തെ അതിനു മുമ്പ് ഉപദ്രവിച്ചപ്പോൾ അവൾ ചെയ്യേണ്ടുന്നതാണ്. അല്ലെങ്കിൽ അവൾക്ക് പേടിയാണ് മരിക്കുന്നത്. പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളപ്പോൾ അവരുടെ അങ്ങ് വെച്ചും തുനിഞ്ഞിട്ടില്ല. മുറിയിൽ പൂട്ടിയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവൻ ജോലിക്ക് പോകുമ്പോൾ അവൻ ദുബായി താമസിക്കുന്ന സമയത്ത് മുറിയിൽ പൂട്ടിയിടും. അപ്പോൾ അയലത്ത് വന്നാലോ ഒരു ഗ്യാസിന് ഒരു അപകടം വന്നാലോ എല്ലാവരും കഥ തുറന്ന് ഓടുമ്പം നമുക്ക് പോകാൻ പറ്റുമോ? അവിടെ കിടന്ന് ചാവാനല്ലേ വരും. അതുകൊണ്ട് പൂട്ടിയിടരുത്, താക്കോല് കൊണ്ടുപോകില്ലെന്ന് പലവട്ടവും പറയണം. അവിടെ അത് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. എന്തുവാ സംശയം, വല്ലവരും ഇനി വരുമോ എന്ന്. അത് ഗൾഫിൽ എൻ്റെ കുഞ്ഞിന് ആരുമായിട്ടൊരു പരിചയമില്ല. അവിടെ ഏതാണുങ്ങൾ വരാനാ? എന്നിട്ട് അവൾ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു സാധനം അവിടെ ഇരുന്നാൽ പറയും, ഇന്ന് ആരാടിയെ, ഇങ്ങനൊന്നുമല്ല, വേറെ രീതിയിൽ പറയും. നമുക്ക് മാധ്യമത്തിൻ്റെ കൂടെ പറയാൻ പറ്റത്തില്ല. മാനസികമായിട്ട് എൻ്റെ മോളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരുന്നതാണ്. അവൾക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അവളെ ഒരു അടിമയുടെ കണക്ക് ചെയ്യുകയും ചെയ്യും. എന്നെ അവനെ സ്നേഹിക്കുകയും ചെയ്യും. ചേട്ടാ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ പോലും അവനിടത്തില്ല. ഷൂ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് പിടിച്ച് കയറ്റിയിട്ട് കൊടുക്കണം. ചീപ്പ് ബാത്റൂമിൽ അത് വരെ എൻ്റെ കുഞ്ഞിനെ ചെയ്യിക്കും വാന്നും പറഞ്ഞ്. അവനൊരു അടിമ പോലെ. അന്നേരമൊക്കെ ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. എങ്ങാണ്ട് ചെയ്യിച്ച് കൈ വയ്യാന്നും പറഞ്ഞു. അന്നേരമൊക്കെ ഞാനത് കാണുമ്പോൾ എനിക്ക് സങ്കടം. അവളെ ഒരു മടുപ്പുമില്ല അവൾക്ക്. പല്ല് ഇവിടെ വന്ന് 2-3 ദിവസം അന്ന് നിന്ന് പല്ല് തേപ്പിക്കുകയും ബാത്റൂം. അന്നേരമൊക്കെ അത് ചെയ്തിട്ട് അന്നൊക്കെ ഞാൻ പറയും, നീ പ്രായമല്ലാത്ത പ്രായത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവളെ കൊണ്ട് കൂടെ ഒന്നും ഞാൻ ഒരു ജോലിയും ചെയ്യിച്ചിട്ടില്ല. ഞാനാ ചെയ്യുന്നത്. അവൾക്കന്നേരം അങ്ങ് സ്നേഹം എന്ന് പറയാൻ അവനങ്ങ് സ്നേഹപ്രകടനം പിന്നെ അങ്ങ് കാണിക്കും. ഈ ഉപദ്രവിച്ചിട്ടേ പിന്നെ സോറി പറയും, കെട്ടിപ്പിടിച്ചു ഉമ്മോടും. അന്നേരം അവളങ്ങ് പിന്നെ ഒരു ബീച്ചിലെങ്ങാണോ അന്നേരം ഒന്ന് കൊണ്ടുപോകും പിണക്കാൻ മാറ്റാൻ, അല്ലെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പം പെൺകുഞ്ഞുങ്ങളില്ലേ, അവർക്ക് അന്നേരം അത് കിട്ടുമ്പം അതെല്ലാം അങ്ങ് മറക്കും. കിടക്കുന്ന അതിനെ വളർത്താൻ ഇനി വേറൊരുത്തനെ കെട്ടിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നോർത്ത് ആയിരിക്കും. ഇതൊക്കെ തന്നെ നമ്മൾ കാണുമ്പോൾ വല്ലാത്തൊരു രീതിയിലാണ്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശിനെ
അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ മൊഴിയിലാണ് കേസ്. ഷാർജയിലുള്ള അതുല്യയുടെ മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും നാട്ടിലെത്തിക്കുക. ബന്ധുക്കൾ പറയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം. അതുല്യയുടെ അമ്മയാണ് ജനം ടിവിയോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ സ്വദേശി അതുല്യയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് സതീഷിനെതിരെ കൊലപാതക കുറ്റവും ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളും ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. മനോജ് ചേരുന്നുണ്ട് അതുല്യയുടെ വീട്ടിൽ നിന്നും. മനോജ്, ബന്ധുക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? നേരത്തെ തന്നെ അതുല്യ വലിയ രീതിയിലുള്ള പീഡനത്തിന് ഭർത്താവ് സതീഷിൽ നിന്ന് ഇരയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പ്രാവശ്യവും ഇയാൾ തന്നെ വന്ന് വീട്ടിൽ വന്ന് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അതുല്യ നേരിട്ടത് വലിയ രീതിയിലുള്ള പീഡനം തന്നെയായിരുന്നു. ഒരു മകളുണ്ട്, 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിനെ കരുതിയാണ് പലപ്പോഴും അതുല്യ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാരണവശാലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്നൊരു ആരോപണം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതുല്യ ആത്മഹത്യ ചെയ്യും എന്നുള്ളത്. അതുമാത്രമല്ല, സതീഷിന്റെ പല വിധത്തിലുള്ള പീഡനങ്ങളും അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റൊരു രീതിയിലുള്ള ഒരു അപകട മരണമാണ് എന്നുള്ള സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. മനോജ്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് മകൾ ഇവിടെ നാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മകളെ ഓർത്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം നിരന്തരമായി ഇങ്ങനെ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ സമയത്തൊക്കെ തന്നെ അതെല്ലാം സഹിച്ചും പുറത്തും അതില്ല കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ അമ്മ പറയുന്നത് നമുക്ക് മനസ്സിലാകും. അത്തരത്തിലൊരു സംശയ രോഗിയായാണ് ഈ സതീഷ് പെരുമാറിയിരുന്നത്. ഈ ഒരു ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് ഇതിന്റെ തലേ ദിവസം വീട്ടിൽ അമ്മയെ വിളിച്ചിരുന്നു, സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു. ഈ സമയത്തൊക്കെ മകൾക്ക് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നോ ഒന്നും തന്നെ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും വീട്ടുകാർ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മകൾ ആത്മഹത്യ ചെയ്യില്ല, ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കണം, അത് പുറത്തു വരണമെന്നുള്ളതാണ്. സതീഷിനെതിരെ പരാതി നൽകുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലക്കുറ്റം ചുമത്തിയാണ് കേസെടുക്കുന്നത്. സതീഷിനെതിരെ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം സതീഷിന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ തരത്തിൽ ഈ സ്വാധീനിച്ച് വീണ്ടും അതൊക്കെ പ്രശ്നങ്ങളെല്ലാം തന്നെ കോംപ്രമൈസ് ചെയ്താണ് വീണ്ടും സാധ്യതയിലേക്ക്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരം കവടിയാർ പാലസിൽ നടക്കുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ 34ാമത് ചരമവാർഷികത്തിൽ പങ്കെടുക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരം കവടിയാർ പാലസിൽ നടക്കുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ 34ാമത് ചരമവാർഷിക ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് ശ്രീരാമന്റെ പേരിൽ ഒരു നാടും അവിടെ രാമനല്ലൂർ ക്ഷേത്രവുമുണ്ട്. ശ്രീരാമന്റെ അനുഗ്രഹം തേടി ഈ പുണ്യമാസത്തിൽ നിരവധി ഭക്തരാണ് കോഴിക്കോട് കാക്കൂരിലെ രാമനല്ലൂർ ക്ഷേത്രത്തിലെത്തുന്നത്. ശ്രീരാമൻ ഖരവധം കഴിഞ്ഞതിന് ശേഷം രാജാവിന്റെ പ്രതിഷ്ഠയിലുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രമാണ് രാമനല്ലൂർ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ കുടികൊള്ളുന്ന രാമനല്ലൂർ ക്ഷേത്രം 1500-ലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്.
ശ്രീരാമൻ ഖരവധത്തിനു ശേഷം രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രകൃതിയുടെ മടിത്തട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാമനല്ലൂർ ക്ഷേത്രം. പ്രകൃതി അതിന്റെ എല്ലാ വശ്യചാരുതയും കനിഞ്ഞനുഗ്രഹിച്ച് ക്ഷേത്രത്തിനായൊരിടം കൽപ്പിച്ചു നൽകി. ക്ഷേത്രക്കുളവും കാവുമെല്ലാം ഭക്തരെ ഭക്തിയുടെ പരകോടിയിലേക്ക് കൊണ്ടുപോകും. ശ്രീരാമൻ ഖരവധം കഴിഞ്ഞ് രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രം കൂടിയാണ് രാമനല്ലൂർ ക്ഷേത്രം. രാമനാമ മുഖരിതമാണ് ക്ഷേത്രവും പരിസരവും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം, സീമന്തപുംസവനാദി ക്രിയകളും ചെയ്തു, കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ, ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം, അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. നൂറ്റാണ്ടിന്റെ പഴക്കവും കൊത്തുപണിയും ക്ഷേത്രത്തെ അതിമനോഹരമാക്കുന്നു. പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഈ പുണ്യക്ഷേത്രത്തിന്. അതായത് ഈ അമ്പലം ദശാവതാര ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ്. പണ്ട് ഒരു ഖരവധം കഥകളി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ തൊട്ട് കുളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പറമ്പിൽ വെച്ചായിരുന്നു. അപ്പോൾ ഖരവധം കഥകളി നടക്കുമ്പോൾ ഖരൻ ശ്രീരാമനെ പോർക്ക് വിളിക്കുന്ന രംഗം ആ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീകോവിൽ നിന്നും ഒരു അലർച്ച കേട്ടുവെന്നും ഖരൻ്റെ വേഷം കെട്ടിയാൽ തത്സമയം തന്നെ വേദിയിൽ ചോര ഛർദ്ദിച്ച് മരിച്ചു വീണുവെന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഇവിടെ ഈ കഥകളി ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയുടെ ഖരവധം കഴിഞ്ഞ് ധ്യാനമായിട്ടാണ് പറയപ്പെടുന്നത്. കോപാകുലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അത് കാരണത്താൽ തന്നെ ഇവിടെ വിവാഹം, ഉത്സവത്തിന് വെടിക്കെട്ട്, ആന എന്നിവയൊന്നും ഉണ്ടാവാറില്ല. പ്രദേശത്തെ 6 ഇല്ലക്കാരാണ് ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ. ശ്രീരാമ പ്രതിഷ്ഠ കൂടാതെ നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെയും അയ്യപ്പ ഭഗവാന്റെയും പ്രതിഷ്ഠയുമുണ്ട്. മീനമാസത്തിലെ ശ്രീരാമനവമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കാക്കൂർ പഞ്ചായത്തിലെ പുൽക്കുന്ന് മലയുടെ താഴ്വാരങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അതിൽ കേന്ദ്രസ്ഥാനീയമായിട്ടുള്ള ക്ഷേത്രമാണ് രാമനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ശ്രീരാമൻ ഈ ദശാവതാര പ്രതിഷ്ഠകളിൽ രാജപദവി ഉള്ള പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ്. ആ നിലയ്ക്ക് ഉള്ള അതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. സമീപകാലത്തായിട്ട് ഈ ദശാവതാര ക്ഷേത്രങ്ങളെ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദശാവതാര ഏകോപന സമിതിയുണ്ട്. രാമായണ മാസമായ ഈ പുണ്യമാസത്തിൽ ക്ഷേത്രത്തിൽ ദിവസേന വിശേഷാൽ പൂജയും രാമായണ മാസാചരണവും നടക്കാറുണ്ട്. കൂടാതെ എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ നാമജപവും ഉണ്ടാകും. രാമനല്ലൂർ ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് 6 കിലോമീറ്റർ ചുറ്റളവിൽ ദശാവതാര ക്ഷേത്രങ്ങൾ ഉണ്ടെന്നതും ഈ പുണ്യഭൂമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീരാമക്ഷേത്രത്തിൽ ഇങ്ങനെ രാമായണ പാരായണത്തിന്റെ ഭക്തിയും മനസ്സിൽ നിറച്ച് ക്ഷേത്രത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും രാമായണ പുണ്യം നേടിയാണ് മടങ്ങുന്നത്. ജനം, കോഴിക്കോട്. മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് സ്കൂൾ കൊച്ചിയിൽ ആരംഭിച്ചു. പാലാരിവട്ടത്തെ മുത്തൂറ്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് ഡോക്ടർ ശശി തരൂർ MP ബിസിനസ് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുത്തൂറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് ചടങ്ങിൽ അധ്യക്ഷനായി. മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ജോർജ് ജേക്കബ് മുത്തൂറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. മുത്തൂറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർമാരായ ജോർജ് M. ജോർജ് മുത്തൂറ്റ് ജേക്കബ്, മുത്തൂറ്റ് ബിസിനസ് സ്കൂൾ സ്ഥാപക ഡയറക്ടറും അക്കാദമിക് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ ആനന്ദ് അഗ്രവാൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
In an era defined by technological acceleration, geopolitical shifts, climate imperatives, and social disruption, the traditional paradigms of management education often fall short. We need more than manager. We need innovators, integrators, and leaders with moral clarity, cross-cultural fluency, and entrepreneurial courage. Muthoot Business School, I hope, will do just that and more. So let me first commend the Muthoot Group for their foresight in launching this institution. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മോഹൻലാൽ പ്രകാശ് വർമ്മ കൂട്ടുകെട്ടിൽ പിറന്ന പരസ്യ ചിത്രം. രാജ്യാന്തര ജ്വല്ലറി ശൃംഖലയായ വിസ്മേര ജ്വല്ലേഴ്സിന്റെ പരസ്യമാണ് സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുന്നത്. പരസ്യത്തിന് എങ്ങുനിന്നും അഭിനന്ദന പ്രവാഹമാണ്. ആരും കൊതിച്ചുപോകും. സത്യം, ബെൻസും ജോർജ് സാറും ഒരിക്കൽ കൂടി വിസ്മയം തീർക്കുകയാണ്. തുടരും പകർന്ന ആഘോഷം ആരവമായി പടർന്നു കയറുകയാണ്. വൈവിധ്യങ്ങളുടെ സ്വർണ്ണവർണ്ണം പകരാനെത്തുന്ന ജ്വല്ലറി രംഗത്തെ പുത്തൻ രാജ്യാന്തര ശൃംഖലയായ വിസ്മേര ജ്വല്ലേഴ്സിന്റെ പരസ്യമാണ് അതിരുകൾ ഭേദിച്ച് ആസ്വാദനത്തിന്റെ മനോഹര കാഴ്ച സമ്മാനിക്കുന്നത്. ജ്വല്ലറി കാണാനില്ല കേട്ടോ. ഷോപ്പിലുള്ള ജ്വല്ലറി കാണാനില്ല സർ. The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperate. തീർച്ചയായും സർ. സ്ത്രൈണതയുടെ പരമ്പരാഗത സങ്കല്പത്തെ മാറ്റിയെഴുതുന്ന പരസ്യം യാഥാസ്ഥിതിക ചിന്തകളുടെ അതിർവരമ്പുകളെയാണ് ഭേദിച്ചിരിക്കുന്നത്. പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർവാണ ഫിലിംസ് ഒരുക്കിയ പരസ്യ ചിത്രത്തിന് എങ്ങുനിന്നും അഭിനന്ദന പ്രവാഹമാണ്. വർണ്ണവിസ്മയങ്ങളുടെ ആഘോഷമാകുന്ന വിസ്മേര അരങ്ങേറ്റം അതിഗംഭീരമാക്കിയിരിക്കുന്നു. ചിങ്ങം 1 കോഴിക്കോട് ലാലേട്ടൻ തന്നെയാണ് വിസ്മേരയുടെ ആദ്യ ഷോറൂം നാടിന് സമർപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഇന്നും തുടരും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണല്ലോ. ഏതൊക്കെ രീതിയിലുള്ള അലർട്ടുകളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിൽ വ്യാപകമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുക്കം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെയും മലയോര മേഖലകളിൽ അതിശക്തമായ മഴ ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മുക്കം ഭാഗങ്ങൾ, മുക്കം, കാരശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രി ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്തായാലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം രോഹിണി, എന്തായാലും ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്ന ആളുകളോടൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തണം എന്നൊരു കാര്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു നഗരമാണ് കോഴിക്കോട്. ഒരു മഴ പെയ്താൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട്, മലപ്പുറം തുടങ്ങിയ വടക്കൻ മേഖലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബുധനാഴ്ച വരെ മഴ ശക്തമായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. രോഹിണി. ശരി, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് വരും ദിവസങ്ങളിലും ഉള്ളത്.
തിമിർത്തു പെയ്യുന്ന മഴയിലും കർക്കടക മാസ പൂജാ നാളുകളിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. 33,887 ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. സന്നിധാനത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടയ്ക്കും. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സന്നിധാനത്തും അതിശക്തമായ മഴ തന്നെയാണ്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ഭക്തജന പ്രവാഹം തന്നെയാണല്ലേ ശബരിമലയിലേക്ക്? രോഹിണി, കഴിഞ്ഞ 4 ദിവസമായി സന്നിധാനത്ത് കനത്ത മഴയാണ്. ഇന്ന് പുലർച്ചെയും മഴയുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴ, തോരാമഴ എന്ന് പറയാവുന്ന കാലാവസ്ഥയിൽ തന്നെയാണ് ഇന്നും തുടരുന്നത്. ഇന്ന് പുലർച്ചെ അല്പസമയം മുൻപ് മാത്രമാണ് മഴ മാറി നിന്നത്. പക്ഷേ മഴയൊന്നും തടസ്സമല്ല. അയ്യപ്പ ദർശനത്തിന് മഴയായാലും വെയിലായാലും ഒന്നും പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നിരവധി ഭക്തജനങ്ങളാണ് സന്നിധാനത്തേക്ക് കർക്കിടക മാസ പൂജാ നാളുകളിൽ എത്തുന്നത്. 33,378 ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. അതിന് മുൻപുള്ള ദിവസവും 29,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തി. ശരാശരിക്ക് മുകളിൽ ഭക്തജന തിരക്ക് എല്ലാ ദിവസവും കർക്കിടക മാസ പൂജാ നാളുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ്. മലയാളികളെക്കാൾ കൂടുതൽ 2 ദിവസമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും ദർശനത്തിന് എത്തുന്നുണ്ട്. കർണാടക, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാന ഭക്തജനങ്ങൾ മലയാളികളെക്കാൾ കൂടുതൽ കർക്കിടക മാസ പൂജാ നാളുകളിൽ എത്തുന്നു എന്നുള്ളതാണ് ഈ മാസപൂജാ നാളുകളിലെ പ്രധാനപ്പെട്ട സവിശേഷത. സാധാരണ മാസപൂജാ നാളുകളിൽ മലയാളികളാണ് കൂടുതലായി എത്തുന്നതെങ്കിൽ ഇത്തവണ കർക്കിടക മാസ പൂജാ നാളുകളിൽ മലയാളികളെക്കാൾ കൂടുതൽ ഇതര ഭാഷ ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു. നീലിമല പാതയിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും വഴുക്കലുണ്ട്. കനത്ത മഴ മൂലം കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വഴുക്കലുണ്ട്. ഭക്തജനങ്ങൾ തെന്നി വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 15ഓളം ഭക്തജനങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നീലിമല പരമ്പരാഗത പാതയിൽ തെന്നി വീണ പരിക്കേറ്റു. കൈക്കും കാലിനുമൊക്കെ നിരവധി ഭക്തർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നീലിമല പരമ്പരാഗത പാതയിൽ സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീലിമല പാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സഞ്ചാരം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാക്ടർ സർവീസിനും സ്വാമി അയ്യപ്പൻ റോഡിൽ രാവിലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാമി അയ്യപ്പൻ റോഡിൽ ഇപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്തിവിടുന്നത് കൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ആ ഭാഗത്തു നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഭക്തജനങ്ങൾ മല കയറി സന്നിധാനത്തേക്ക് എത്തുന്നത്. ഭക്തജനങ്ങൾ ജാഗ്രതയോടുകൂടി മല കയറണം, മലയിറങ്ങണം എന്നുള്ള കാര്യവും ഓർമ്മിക്കേണ്ടതുണ്ട്. പലയിടത്തും സ്വാമി അയ്യപ്പൻ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഴുക്കൽ ഉണ്ട്. അതുകൊണ്ട് തെന്നി വീഴുന്നതിനുള്ള സാഹചര്യം കൂടുതലാണ്. ഒപ്പം തന്നെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഉറപ്പിക്കുന്നതും മറ്റും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതുകൊണ്ട് ഇക്കാര്യവും ഓർക്കുക. വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കാതിരിക്കുക, വൈദ്യുതി ലൈനുകളിൽ സ്പർശിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി മല കയറുന്ന ഭക്തർ എത്തേണ്ടതുണ്ട്. ഒപ്പം പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. വലിയ രീതിയിലുള്ള നീരൊഴുക്കുള്ളത് കൊണ്ട് തന്നെ പമ്പ സ്നാനത്തിനിറങ്ങുന്ന ഭക്തജനങ്ങളും ഇക്കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി വേണം ഭക്തജനങ്ങൾ മല കയറി എത്താൻ. ഒപ്പം തിരികെ മലയിറങ്ങുന്ന ഭക്തരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമല പാതയിലും ലാഹിയിലും നിലക്കിലും പാമ്പയിലും എല്ലാമായി വിവിധ ഭാഗങ്ങളിലും മഴ ശക്തമാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ കൂടി സഞ്ചാരം നടത്തുന്ന ഭക്തജനങ്ങളും ഇക്കാര്യങ്ങൾ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ മലയിറങ്ങുകയും മല കയറുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്നുള്ള കാര്യം ഭക്തജനങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നേരിട്ടുള്ള ദർശന ക്രമീകരണവും ഒപ്പം ഫ്ലൈ ഓവർ ഉപയോഗിച്ചുള്ള ദർശന ക്രമീകരണവും ഒരേ സമയം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഫ്ലൈ ഓവർ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സന്നിധാനത്ത് നിന്നും കാണുന്ന കാഴ്ചയ്ക്ക് സമാനമായ കാഴ്ച തന്നെയാണ് കർക്കിടക മാസ പൂജാ നാളുകളിലും സന്നിധാനത്ത് നിന്നും കാണുന്നത്. രോഹിണി. ശരി മിഥുൻ, ശബരിമലയിലും കനത്ത മഴ തുടരുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. രാമജന്മഭൂമി കൂടാതെ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ഇടകലർന്നു കിടക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ അയോധ്യയിൽ കാണാം. കണക്കുപ്രകാരം 3000-ലധികം ക്ഷേത്രങ്ങളുണ്ട് അയോധ്യയിൽ. പഴമയും പ്രൗഢിയും ചേർന്നതാണ് ഓരോ ക്ഷേത്രങ്ങളും. ജന്മസ്ഥാനം ഹനുമാൻ ഖടിയും കൂടാതെ നിരവധി ക്ഷേത്രങ്ങൾ അയോധ്യയിലുണ്ട്. അതിൻ്റെ എണ്ണം ഏതാണ്ട് 3000-ലധികം വരും എന്നാണ് കണക്ക്. ലക്ഷ്മൺ കില, കാലേറാം ടെമ്പിൾ, നാഗേശ്വർനാഥ് ടെമ്പിൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല അവയുടെ എണ്ണം. ആ കാഴ്ചകളിലേക്ക് മറ്റ് ക്ഷേത്രനഗരങ്ങൾ പോലെയല്ല അയോധ്യ. എവിടെ തിരിഞ്ഞാലും ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ, പലതും പഴമയും പ്രൗഢിയും വിളിച്ചോതുന്നവ. രാം ജന്മഭൂമിയിലെത്തുന്ന തീർത്ഥാടകരെല്ലാം ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണ് അവ.
രാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കനക് ഭവൻ പ്രധാന ക്ഷേത്രമാണ്. 1891 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം സോനേക്കാ ഘർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. രാമനെയും സീതയെയും ഒരുമിച്ച് ആരാധിക്കുന്ന സ്ഥലമാണിത്. സ്വർണ്ണ കിരീടം വെച്ച പ്രതിഷ്ഠകളാണ് ഇവിടുത്തേത്. രാം ജന്മഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സീതാ കി രസോയി അയോധ്യയിൽ സീതാദേവിയുടെ അടുക്കള ആയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസമുള്ളതിനാൽ ഇവിടെ സൗജന്യമായി ഭക്ഷണ വിതരണം നടക്കാറുണ്ട്. ബഡി ജഗത് എന്നും ബഡ ആസ്ഥാൻ എന്നും അറിയപ്പെടുന്ന ദശരഥ് മഹൽ രാമനായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ്. ദശരഥ മഹാരാജാവിന്റെ ആസ്ഥാനമായിരുന്ന ഇവിടെയാണ് ശ്രീരാമൻ തന്റെ ബാല്യവും യൗവനവും ചെലവഴിച്ചത്. ചുവർ ചിത്രങ്ങളാൽ അതിമനോഹരമായാണ് ഇതിന്റെ ചുവരുകളുള്ളത്. അയോധ്യയിൽ തന്നെ നാഗേശ്വർനാഥ് ക്ഷേത്രവും തൊട്ടു പിന്നിലുള്ള കാലേറാം മന്ദിറും പ്രസിദ്ധം. സാധാരണ പ്രതിഷ്ഠകളിൽ നിന്നും വ്യത്യസ്തമായി കറുത്ത നിറത്തിലാണ് ഇവിടുത്തെ രാമനുള്ളത്. വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഇവിടെ ലഭിക്കുമെന്ന് വിശ്വാസം. രാമക്ഷേത്രത്തിന് സമീപമുള്ള സുഗ്രീവ് ഖില, സരയൂ തീരത്തെ ലക്ഷ്മൺ ഖില എന്നിവയും അയോധ്യയിൽ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളാണ്. എല്ലാ ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇടമെന്ന നിലയിൽ ജൈനക്ഷേത്രവും സരയൂ തീരത്ത് കാണാം. ഭഗവാനും ഭക്തനും ഇഴചേർന്ന ഇടമാണ് അയോധ്യ. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ മഹത്വം പറയാൻ നിന്നാൽ 1 or 2 ദിവസങ്ങൾ കൊണ്ടൊന്നും തീരില്ല. അത് നേരിട്ട് ഇവിടെ എത്തി അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, അയോധ്യ. കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെ പ്രതി ചേർക്കും. മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് പോലീസ് ശേഖരിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ചുമതല. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ കഴിഞ്ഞ രാത്രി KSEB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെന്റ് അടുത്ത ദിവസം മറുപടി നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അപകടത്തിനു പിന്നാലെ അടച്ച സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെ പ്രതി ചേർക്കും എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നത് ഈ മാനേജ്മെന്റിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായുള്ള പരിശോധനകൾ നടത്താതെ കുട്ടികളുടെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് ചെയ്തിരുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടമുണ്ടായതിനു പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റാണ് ഈ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിലെ നടപടി എന്ന വണ്ണം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള നടപടിയും എടുക്കാത്തതിൽ വലിയ പ്രതിഷേധം പിന്നാലെ ഉയർന്നു. എന്തായാലും അന്വേഷണ സംഘം ഈ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. മാനേജ്മെന്റ് ഭാരവാഹികളെ, അതായത് വിവിധ കാലയളവിലുണ്ടായിരുന്ന മാനേജ്മെന്റ് ഭാരവാഹികളെ ഇതിൽ പ്രതി ചേർക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഷെഡ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഈ മാനേജ്മെന്റിലുള്ള ഭാരവാഹികളുണ്ട്. അപ്പോൾ അവരെയും കൂടെ പ്രതി ചേർക്കാനാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം, അതായത് ശാസ്താംകോട്ട SHO ആണ് ഈ അന്വേഷണ സംഘത്തിൽ ചുമതല. DYSPയുടെ മേൽനോട്ടത്തിൽ 3 SIമാരും അതോടൊപ്പം തന്നെ CPOമാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ മിനിറ്റ്സ് ബുക്ക് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഈ മാനേജ്മെൻറ്റിൻ്റെ മിനിറ്റ്സ് അടക്കം ശേഖരിച്ചു, അതിലെ വിവരങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയ ജീവനക്കാരുടെയും ഈ സഹപാഠികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയാകും പോലീസ് ഈ അന്വേഷണം നടത്തുക. ഏതായാലും നടപടി സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ മാത്രമല്ല ഈ KSEBക്കെതിരെയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് KSEB ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അത് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടാകാനുള്ള കാരണം. ഈ ഒരു
സ്ഥലത്ത് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ വൈദ്യുത ലൈൻ താഴ്ന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. ആ ഷെഡിന് മുകളിലൂടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. എന്നാൽ അത് മാറ്റുവാനുള്ള ഒരു നടപടിയും ചെയ്തില്ല. കുട്ടി മരിച്ച് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വൈദ്യുത ലൈൻ അഴിച്ചു മാറ്റിയത്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. ഈ ഒരു നടപടി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഈ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം മാനേജ്മെൻറ്റ് നൽകുന്നുണ്ടോ, നാളെയോടുകൂടി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ആ വിശദീകരണം എന്താണെന്ന് പരിശോധിച്ച ശേഷം വകുപ്പ് തല നടപടി ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പോലീസ് ഇവരെയൊക്കെ പ്രതി ചേർത്തായിരിക്കും കേസെടുക്കുക. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കൂടരഞ്ഞി പൂവാറൻ തോട് ഇന്ന് രാവിലെ അവിടെ ആന ഇറങ്ങി. വനം വകുപ്പ് നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വീണ്ടും കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുകയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പൂവാറൻ തോട്, തേനരുവി പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ കാട്ടാന ശല്യം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വീടിന് മുന്നിൽ നിർത്തിവെച്ച ജീപ്പൊക്കെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഇന്നിതാ രാവിലെ പുലർച്ചയോടുകൂടിയാണ് കാട്ടാന ഇത്തരത്തിൽ ഇറങ്ങിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ജനവാസ മേഖലയാണ്. നിരവധി തവണ ഇത് സംബന്ധിച്ച വനംവകുപ്പിനെ ഒക്കെ നാട്ടുകാർ സമീപിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതായത് വനത്തോട് ചേർന്ന് വലിയ രീതിയിൽ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുകയും കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുരങ്ങിന്റെ അടക്കം വലിയ രീതിയിലുള്ള ശല്യം ഈ ജനവാസ മേഖലയിലുണ്ട്. ഈ കാർഷിക വിളകളൊക്കെ തന്നെയും വലിയ രീതിയിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ കടക്കുന്നത്. വനംവകുപ്പിനോട് നിരവധി തവണ ഈ കാര്യം ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. രോഹിണി. ശരി, കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വേങ്ങര നടക്കും താഴെ സ്വദേശി MV റീമയും 3 വയസ്സുള്ള മകനുമാണ് പുഴയിൽ ചാടിയത്. ഫയർഫോഴ്സും സ്കൂബ ടീമും പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പറയൂ. കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നാണ് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടിയതെന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വേങ്ങര നടുക്കും താഴെ സ്വദേശി MV റീമയും 3 വയസ്സുള്ള മകനുമാണ് പുഴയിൽ ചാടിയത്. ഫയർഫോഴ്സും സ്കൂബ ടീമും പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു. അമ്മയുടെ മൃതദേഹം കിട്ടി എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. പൂനെയിലെ പ്രസിദ്ധ കഥകളി കലാകാരനും പൂനെ രസ്തപ്പേട്ട് അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ പാറന്തിട്ട ദാമോദര പൊതുവാൾ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. പത്മിനി പൊതുവാളാണ് ഭാര്യ. സംസ്കാരം ഇന്ന് രാവിലെ പൂനെയിൽ നടക്കും. പൂനെ കേരളീയ സമാജം 10ാം ക്ലാസ് +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രശസ്തിപത്രവും സ്മൃതിഫലകവും നൽകി ആദരിച്ചു. വാനമ്പാടി മഹാത്മാ ഫുലെ സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങ് സിംബോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ SB മുജുംദാർ ഉദ്ഘാടനം ചെയ്തു. കേരള മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ മുഖ്യാതിഥിയായി. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിം ഗ്രൂപ്പ് ഡയറക്ടർ PC നമ്പ്യാർ, യൂണിയൻ ലീഡർ രാജൻ നായർ, പൂനെയിലെ മലയാളി വ്യവസായി പ്രമുഖൻ K ഗണേഷ് കുമാർ, ബാബു നായർ എന്നിവർ സംസാരിച്ചു. സമാജം പ്രസിഡന്റ് മധു നായർ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ C സോമൻ, C സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഇന്ന് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ തടയും. കുറ്റ്യാടിയിലേക്ക് പോവുകയായിരുന്ന ഒമേഗ ബസ്സാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. ബസ്സിന്റെ പിൻചക്രം തലയിലൂടെ കയറി. മരുതോങ്കര സ്വദേശി അബ്ദുൾ ജവാദാണ് ഇന്നലെ മരിച്ചത്.
പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.